ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തുകൂടുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പതിവ് പോലെ നമ്മൾ വാരാന്ത്യത്തിൽ, അതുപോലെ തന്നെ ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാനായി പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. കഴിഞ്ഞൊരാഴ്ച അവിടുത്തെ നടത്തിപ്പും പരിപാലനവും ഒക്കെ നമ്മൾ അനുഭവിച്ചു. നമ്മൾ പറഞ്ഞതുപോലെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ആശ്വാസവും ബലവും പ്രാപിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ ഉൾക്കരുത്തില്ലാത്തവർ, അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വിശ്വാസ ലോകത്ത് എല്ലാവരും വചനത്തിൽ ബലം പ്രാപിക്കുവാനും ആത്മാവിൽ നിറയപ്പെടുവാനും ഒക്കെ സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവദാസന്മാർ, മറ്റു പ്രിയപ്പെട്ടവർ, പുതുതായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, വരാനുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് നമ്മൾ വിളിയും തിരഞ്ഞെടുപ്പും എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു പോയി. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപം വഹിക്കാനാണ്. അതേ പ്രതിമ ധരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു പണിയപ്പെടലിനും ഒരുക്കപ്പെടലിനും വിധേയമാകപ്പെടേണ്ടതുണ്ട്. അവിടുത്തെ ദിവ്യ സ്വഭാവം നമ്മിലേക്ക് വരണം. ഇങ്ങനെ അനവധിയായ കാര്യങ്ങൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഈ വിളിയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരു സൂചന പറഞ്ഞു. അതായത് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ചയായി. അപ്പോൾ അങ്ങനെ അത് യൂട്യൂബിലൊക്കെ ആ മെസ്സേജ് പിന്നീട് അപ്ലോഡ് ചെയ്തപ്പോൾ ധാരാളം പേര് ശ്രവിക്കാനിടയായി. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം പേര് ശ്രദ്ധിച്ച ഒരു മെസ്സേജായിരുന്നു അത്. ആ മെസ്സേജിനടിയിൽ ഒരു വാത്സല്യ സഹോദരൻ ഒരു കമൻ്റ് എഴുതി. ആ കമൻ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളോടുള്ളൊരു വിയോജിപ്പായിരുന്നു. അദ്ദേഹത്തിന് വിയോജിപ്പാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വചനത്തോട് നീതി പുലർത്തുന്നതും നിരക്കുന്നതുമായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും തള്ളിക്കളയില്ല. ചെറിയവരും വലിയവരുമായവരൊക്കെ പറയുന്നത് ഗൗരവമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കണം, ഉൾക്കൊള്ളണം. അതാണ് അതിൻ്റെ ഒരു ശരിയായ കാര്യം. അത് വചനവുമായി പൊരുത്തപ്പെടുന്നില്ല, തൻ്റെ ഒരു താല്പര്യവും ആഗ്രഹവും മാത്രമാണെങ്കിൽ നമുക്ക് അത് നിഷ്കരുണം തള്ളിക്കളയാനേ പറ്റത്തുള്ളൂ. മറ്റൊരു കാര്യം, ആ ചോദ്യം, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആശയം പലരുടെ ഉള്ളിലും പൊങ്ങി വരാവുന്ന ആശയമായതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് പരാമർശിച്ചത്. എത്രയോ ആളുകൾ ആ കമൻ്റ് എഴുതുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്ത് എൻ്റെ ചുവട്ടിൽ ഏതാണ്ട് 180 190 അങ്ങനെ എന്തോ ആളുകളാണ് കമൻ്റ് ചെയ്തത്. അതൊക്കെ എടുത്ത് സംസാരിക്കാനോ അതിന് മറുപടി പറയാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമയം ഒന്നിനും തികയാതെ വരും. അങ്ങനെ ആയതുകൊണ്ടല്ല, ഇത് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ്. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിനല്ല വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വരൂപം വഹിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കാനൊന്നും അല്ലെന്ന് പറയുമ്പോൾ തന്നെ കുറേ വാക്യങ്ങളെ പുള്ളി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കുറേ വാക്യങ്ങളെ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുകയാണ് അദ്ദേഹം അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുള്ള ഗൗരവമായ വാക്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് പറയുന്നതെന്നുള്ളത്. 2 തെസ്സലോനിക്ക ലേഖനത്തിലാകട്ടെ, 2 പത്രോസിൻ്റെ ലേഖനത്തിലെ ആദ്യത്തെ വാക്യങ്ങളാകട്ടെ, അവിടെയൊക്കെ നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ മഹത്വം പ്രാപിക്കാനാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും ഒക്കെ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ വിളിയെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഓരോരുത്തർക്കൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളത് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം ഭാഗം അദ്ദേഹം പറയുന്നത് നമുക്ക് എടുത്തു വെച്ചെങ്കിലും ഇതുവരെ പറയാൻ പറ്റിയില്ല. അതും കൂടെ പറഞ്ഞ് ആ ഭാഗം നമുക്കങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഈ വിളിയോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ ഒരാഴ്ച പുറകിൽ ഇങ്ങനെ ചിന്തിച്ചു പോയപ്പോൾ ഈ 30, 60, 100 മേനിയൊക്കെ വിളയുന്ന കാര്യത്തെക്കുറിച്ച് അടുത്ത് നിന്നൊന്ന് കാണാനിടയായത്. ഒരു അല്പസമയം മാത്രമാണ് ആ ഭാഗം ചിന്തിച്ചതെങ്കിലും അതും ഈ പറഞ്ഞതുപോലെ ഒരു കീറാമുട്ടി കേസ് പോലെ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യത നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു കൃത്യത, അതായത് 30, 60 ഒന്നുമല്ല പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നത് 100 മേനി തന്നെയാണെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ആ 100 മേനിയെ ഒന്ന് അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നും കൊരിന്ത് ലേഖനത്തിൽ നിന്നും നമ്മൾ ആദ്യഫലത്തെ അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ആദ്യഫലം ക്രിസ്തുവാണ്. ആദ്യഫല കറ്റ പഴയ നിയമം മുതൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ലേവ്യ പുസ്തകത്തിൽ 7 ഉത്സവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ 3-ാമത്തെ ഉത്സവമാണ് ആദ്യഫലക്കറ്റയുടെ ഉത്സവം. അപ്പോൾ അങ്ങനെ
പഴയ നിയമകാലം മുതൽ യേശുക്രിസ്തുവാകുന്ന ആ ആദ്യത്തെ കറ്റ അല്ലെങ്കിൽ ആദ്യ ഫലം, ആ ആദ്യ ഫലത്തെക്കുറിച്ചുള്ള ഒരു പഠനം തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിൻ്റെ നിലയും നിലവാരമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത് പ്രാപിക്കേണ്ടതുണ്ട്, ആ ഒരു നിലയിൽ നാം എത്തിച്ചേരേണ്ടതുണ്ട്. അതിനായി വലിയവനായ ദൈവം നമ്മെ സജ്ജമാക്കും. അതുകൊണ്ടാണ് ആ മെസ്സേജിനകത്ത് നമ്മൾ കത്തുന്ന ചൂളയൊക്കെ വെച്ചത്. യെശയ്യാവിൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ നിന്ന് കത്തുന്ന ചൂള നമ്മൾ മുമ്പിൽ വെച്ചു, അല്ലെങ്കിൽ ഉല നമ്മൾ മുമ്പിൽ വെച്ചു. അവിടുത്തെ വാക്യപ്രകാരം ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ നിന്നാകുന്നു തിരഞ്ഞെടുത്തതെന്നൊക്കെയുള്ള വാക്യങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ടാണ് അന്നിങ്ങനെ പറഞ്ഞു പോയത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം പറഞ്ഞു വന്നപ്പോഴാണ് ഈ 30, 60, 100 മേനിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നത്. അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കാനിടയായി. അതിൻ്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞാണ് മുഖവുരയിൽ വന്നത്. വ്യക്തിപരമായ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ വെച്ച് സമാഗമന കൂടാരത്തിൻ്റെ യെരൂശലേം ദേവാലയത്തിൻ്റെയും മുൻപിലിരിക്കുന്ന ബലിപീഠം മുൻപിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ ക്രൂശ് മുൻപിൽ വെച്ചുകൊണ്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. അങ്ങനെ അതിൻ്റെ തുടർച്ചയെന്നോണം പറഞ്ഞു വരുമ്പോഴാണ് പിതാവിനെ പ്രസാദിപ്പിച്ച പുത്രൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. പിതാവിനെ പ്രസാദിപ്പിച്ച പുത്രൻ, അതായത് പുത്രനെ നമ്മൾ നോക്കുമ്പോൾ തൻ്റെ ഐഹിക ജീവകാലം അത് നമ്മളിങ്ങനെ അടുത്ത് നിന്ന് കാണുന്നത് ആ 30 വർഷമുള്ള ആ രഹസ്യ ജീവിതം, അല്ലെങ്കിൽ വെളിപ്പെടാത്ത ഒരു ജീവിതകാലം, ന്യായപ്രമാണ സംബന്ധിയായാണ് താൻ ആ 30 വർഷം തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് പ്രസംഗിക്കുകയോ രോഗികളെ സൗഖ്യമാക്കുകയോ ഭൂതങ്ങളെ പുറത്താക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല. ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ അവിടുത്തെ ആ പിതാവിനോട് ചേർന്ന് നിന്ന് തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ആ ഭവനത്തിൽ വിശ്വസ്തയോടെ ജീവിച്ച ഒരു കാലം. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നൊരു വരവാണ് യോർദാൻ്റെ കരയിൽ നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് കേട്ട ശബ്ദം, അതൊരു ശബ്ദം തന്നെയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മരിച്ചവരെ ഓർപ്പിച്ചുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്, അത്ഭുതം അടയാളം ചെയ്തുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്, വിശ്വസ്തമായൊരു ജീവിതം നയിച്ചതുകൊണ്ടാണ്. വിശ്വസ്തനായിരുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, അതിന് കുറച്ച് ഡെപ്തൊക്കെയുണ്ട്. ആ ഡെപ്തിലേക്കൊക്കെ പോകുമ്പോൾ ആ 30 വർഷക്കാലം താൻ ബലിപീഠത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ആ 30 വർഷക്കാലവും താൻ ക്രൂശിൻ്റെ അനുഭവത്തിൽ തന്നെയായിരുന്നു. പിന്നീട് വരുന്ന ക്രൂശിൻ്റെ അനുഭവവും ഇതുമായിട്ട് വ്യത്യസ്തമായ നിലയിൽ നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞ് 30-ാമത്തെ വയസ്സിൽ താൻ ശുശ്രൂഷ ആരംഭിക്കുന്ന കാര്യം ലൂക്കോസ് 4-ാം അധ്യായത്തിലോ മറ്റോ ആണ് ആ വാക്യം കിടക്കുന്നത്, 4:23 മറ്റോ. അപ്പോൾ അവിടെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 30 വയസ്സായിരുന്നു. അവിടെ മുതൽ ആ ശുശ്രൂഷയുടെ ഏതാണ്ട് ഒടുവിലേക്കൊക്കെ വരുന്ന സമയത്ത് മറുവ മലയിൽ വെച്ച് കേട്ട ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്നുള്ളതാണ് പിന്നീട് കേട്ടത്. അതായത് തൻ്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്ത് തീർത്തപ്പോൾ പിതാവ് പ്രസാദിച്ചെന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ പിന്നീട് തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആരംഭം, അതുപോലെ അതിൻ്റെ അന്തം, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആദിയോടന്തം പിതാവിനെ പ്രസാദിപ്പിച്ചൊരു പ്രിയപുത്രൻ എന്നുള്ള നിലയിലാണ് പല വാക്യങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നത്. അനേക വാക്യങ്ങൾ നമ്മുടെ മുമ്പാകെ വരുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ച പുത്രൻ, അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. എന്നാലും ഞാൻ കമ്പിവാചകത്തിൽ അങ്ങനെ പറഞ്ഞു വിടുക. എന്തിനാ ഇപ്പോൾ ഇത് വീണ്ടും പറഞ്ഞതെന്നറിയാമോ? അത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 2 പഴയ നിയമ കാര്യങ്ങൾ എടുത്ത് വിശദീകരിച്ചു. 2 പഴയ നിയമ കാര്യങ്ങൾ, അതായത് ഒന്ന് ഇസ്രായേൽ മിസ്രൈം വിട്ട് അഥവാ ഈജിപ്ത് വിട്ട് ചെങ്കടൽ താണ്ടി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരം, അങ്ങനെ അവർ മുൻപോട്ട് പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് അല്പമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നിന്ന് ഗിദയോനുമായി ബന്ധപ്പെട്ട്, ഇറുബാൽ എന്ന ഗിദയോനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. അങ്ങനെ 2 കാര്യങ്ങൾ. അപ്പോൾ പല സഹോദരങ്ങളും പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞു, കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ലെന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നവരാണെങ്കിൽ നെറ്റിയൊന്നും ചുളിക്കരുത്. ചില സഹോദരങ്ങൾ പറഞ്ഞു അവർക്ക് മനസ്സിലായില്ലെന്ന്, എന്താ ഉദ്ദേശിച്ചതെന്ന് പിടികിട്ടിയിട്ടില്ലെന്ന്. അപ്പം നമുക്ക് അവരോട് സ്നേഹവും കരുതലും ഒക്കെ ഉള്ളതുകൊണ്ട് ഓടിച്ചൊരു വാക്ക് പറയാം. ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. മനസ്സിലാകാതിരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇസ്രായേൽ വിളിക്കപ്പെട്ട ജനമാണ്. മിസ്രൈമിൽ നിന്ന് വിളി കേട്ട് പുറത്തേക്ക് വന്നവരാണ്. ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ ദൈവോദ്ദേശം നിറവേറ്റപ്പെടുവാനായിട്ട്, ദൈവഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു ജനവർഗമാണ്. അങ്ങനെ അവർ ഇറങ്ങിത്തിരിച്ചെങ്കിലും
മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പല കാര്യവും മറന്നുപോയി. എവിടെ നിന്നാണ് പുറപ്പെട്ട് വന്നതെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ മറന്നുപോയി. അങ്ങനെ ആ മറവിയിൽ അവർ മരുഭൂമിയിൽ വേറെ പല കാര്യങ്ങളും ആഗ്രഹിച്ചു. അവരുടെ ആ ആഗ്രഹങ്ങളെയൊക്കെ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പരിചയപ്പെടുന്ന അവർ ദുർമോഹികളായി തീർന്നു എന്നുള്ളതാണ്. മരുഭൂമിയിൽ അവർ ദുർമോഹികളായി തീർന്നു. അതിൻ്റെ കൂടെ നമ്മൾ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ഈ മരുഭൂമിയിൽ അവരുടെ വസ്ത്രം പിഞ്ഞിപ്പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരുടെ ദാഹത്തിന് വേണ്ടുന്നതെല്ലാം, പിന്നെ എന്താ, അവരുടെ ഭക്ഷണം, അവർക്ക് വേണ്ടി കരുതിയ കരുതലൊക്കെ സ്വർഗീയന്മാരുടെ ഭക്ഷണമല്ലേ കൊടുത്തത്, അല്ലേ? ബലവാന്മാരുടെ അപ്പമാണ് അവർ ഭക്ഷിച്ചത്. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. സകല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തു, സകല കാര്യങ്ങളും. അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയത്, പുറപ്പാട് ദിവസം 32-ാം അധ്യായം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും അതൊരു റെഡ് ഇങ്ക് കൊണ്ട് വരച്ചിരിക്കുന്ന ഒരു അധ്യായം പോലെയാണ് എപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ചാപ്റ്റർ 32 എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പുസ്തകത്തിലില്ല, പക്ഷെ ഞാനങ്ങ് പറയുക, അതൊരു റെഡ് ഇങ്കും കൊണ്ട് വരച്ചിരിക്കുന്ന, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫുൾ ചാപ്റ്ററാണ്, അല്ലേ? വിളിച്ചിറക്കിയ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് മല്ല് കാണിച്ച ഒരു ജനവർഗം എത്ര വേഗത്തിലാണ് അവർ കാളക്കുട്ടി ഉണ്ടാക്കാൻ പോയത്, അല്ലേ? ആ കാളക്കുട്ടി ഉണ്ടാക്കുന്ന ആ ദിവസം പ്രഭാതത്തിൽ തന്നെ അവർ ഹോമയാകവും, പിന്നെ അവരവിടെ ഒത്തിരി കാര്യപരിപാടിയൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തിയായിരുന്നു. അതിനെല്ലാം മുമ്പ് രാത്രിയിൽ പൊഴിഞ്ഞ മന്ന പെറുക്കിയതിന് ശേഷമാണ് കാളക്കുട്ടി ഉണ്ടാക്കാൻ പോയത്. ആ ദിവസം അവരങ്ങ് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു, ഇന്ന് ഏതായാലും കാളക്കുട്ടി ഉണ്ടാക്കുന്ന ദിവസമാണ്, മന്നയൊന്നും പെറുക്കുന്നില്ല എന്ന്, നാളെ പെറുക്കാം. അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല. അന്നും മന്നയൊക്കെ പെറുക്കി. ഇവർ കാളക്കുട്ടി ഉണ്ടാക്കാൻ പോകാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം മന്ന പൊഴിച്ചത്. ഓർക്കണം, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സമയം കളയണോ? സാരമില്ലെന്നേ, സാരമില്ല. ഇതൊക്കെ ഇങ്ങനെ എത്രയായിരം വട്ടം പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ, നമ്മളിപ്പോൾ ഇത് പുസ്തകം വായിച്ചിട്ട് വിശദീകരിക്കുകയല്ലേ. ഇതെല്ലാം കണ്ണാലെ കണ്ടും കേട്ടും വന്ന മനുഷ്യരാണ് അവർ. ചെങ്കടലൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നത് ലാലുപ്പാച്ച് കണ്ടിട്ടില്ല, കേട്ട് കഴിയുള്ളൂ. വിശ്വാസത്താൽ അത് അംഗീകരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല, രണ്ടായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുകയാണ്. വലിയ പാറ പോലെ നിൽക്കുകയാണ് ചെങ്കടൽ. അതിന് നടുവിലൂടെ കടന്നങ്ങ് പോയി. ഇവർ പോകുന്നത് കണ്ടിട്ട് ഫറവോയും സംഘങ്ങളും, അവരാണെങ്കിൽ വളരെ എന്താ പറയുക, റോയൽ ടീംസ് അല്ല, റോയൽ ടീംസ്. പക്ഷെ റോയൽ ടീംസ് വന്നപ്പോൾ വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. അപ്പോൾ ഇതും കണ്ടതാണ് അവർ. അങ്ങനെ മുന്നോട്ട് കയറിയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ അത്ഭുതകരം, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വിസ്മയകരമെന്നും വേണേൽ പറയാം. അതെ, വിസ്മയകരമായിരുന്നു കണ്ട കാഴ്ചകളൊക്കെ. അങ്ങനെ പോയ ആളുകളാണ് എത്ര വേഗം എന്നാണ് അവർ കാളക്കുട്ടി ഉണ്ടാക്കിയെന്ന് നോക്കുക. എത്ര വേഗം എന്നാണ് കാളക്കുട്ടി ഉണ്ടാക്കി. ഒരു സൈഡിൽ പെസഹായും ചോരത്തലയും നിങ്ങൾ ഓർക്കണം, പെസഹായും ചോരത്തലയും ഓർക്കണം. പെസഹ കുഞ്ഞാടിനെ അറുത്തത് ഓർക്കണം. ആ പെസഹ കുഞ്ഞാടിനെ അറുത്തവർ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അല്ലേ? പെസഹ കുഞ്ഞാടിനാൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ അവർ. തലമുറ കൈമാറി കിട്ടിയിട്ടുള്ള ചില ബോധ്യങ്ങളൊക്കെ ഇല്ലേ അവർക്ക്? ചില ബോധ്യങ്ങളൊക്കെയുണ്ട്. അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയ സമയത്ത് അവിടെ കരുതിയ കരുതൽ, മറ്റൊരാടിനെ, ഒരു കൊലാടിനെ അവിടെ യാഗമർപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്. അങ്ങനെ യാഗങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അത്യാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ ബോധ്യങ്ങളും ഉള്ളവരൊക്കെയാണ് ഇവർ, അല്ലേ? അബ്രഹാമീത് അത് ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും, യാക്കോബിൽ നിന്ന് പന്തിരുവരിലേക്കും, പിന്നെ കാലാന്തരത്തിൽ അവരുടെ തലമുറകളിലേക്കും ഒക്കെ ഈ ബോധ്യങ്ങൾ പകരപ്പെട്ടിട്ടുണ്ട്. ഒരു ബോധമില്ലാത്ത ആൾക്കാരൊന്നുമല്ല. അങ്ങനെ ആ ബോധ്യത്തിലാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് അവർ കാളക്കുട്ടി ഉണ്ടാക്കിയത്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത്? അന്ന് രാവിലെ മന്ന പെറുക്കി എന്നുള്ളതാണ്. അതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ അവർ 10ലധികം സമയം ദൈവത്തെ പരീക്ഷിച്ചതായിട്ട് കാണുന്നു. ആ പറയപ്പെട്ട ദിവസങ്ങളിലെല്ലാം മന്ന പെറുക്കിയിട്ടുണ്ട്. അവരിൽ മുതിർന്നവരെല്ലാം മരുഭൂമി പട്ടുപോയി സഹോദരങ്ങളെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ വാഗ്ദത്ത ഭൂമി പ്രവേശിച്ചപ്പോൾ ഗിൽഗാലി വെച്ചിട്ടാണ് മന്ന നിന്നുപോയത്. അവിടെ അവർ കൃഷിയൊക്കെ ഇറക്കി അതിൻ്റെ വിളവൊക്കെ എടുത്ത് ആദ്യത്തെ വിളവും കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ച് കാണുമായിരിക്കും. അങ്ങനെ അതിലേക്ക് അവർ പ്രവേശിച്ച ആ സമയം വരെ മന്ന ഒഴിഞ്ഞെന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ചിന്തിക്കുന്നവരുണ്ട്, ചിന്തിക്കാത്തവരും ഉണ്ടാവും, കേട്ടിട്ടുള്ളവരുണ്ടാകും, കേൾക്കാത്തവരും ഉണ്ടാകും. എല്ലാ ടൈപ്പ് ആളുകളും നമ്മളെ കേൾക്കുമല്ലോ. ഒരു പക്ഷേ ഈ മെസ്സേജൊക്കെ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുമ്പോൾ വല്ല തലതിരിഞ്ഞ ആൾക്കാരുടെയൊക്കെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 20,000, 30,000, 40,000 പേര് കാണും. അതേസമയം നമ്മുടെ മെസ്സേജിൻ്റെ ഹെഡിങ് മന്ന തിന്നിട്ട് മുടിഞ്ഞു പോയവർന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1000 പേര് പോലും കേൾക്കാനുണ്ടാകില്ല.
അതൊരു വിചിത്രമായ കാര്യമാണ്. വിശ്വാസി ലോകം അത് വായിക്കുകയാണെങ്കിൽ ഒരു 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 ചലഞ്ച് അതിനകത്തില്ലേ. എൻ്റെ അമ്മോ, ഇയാൾ ആരാ ഈ പ്രസംഗൻ, ഇവൻ എന്താ ഈ പറയുന്നത്, മന്ന തിന്നവർ മുടിഞ്ഞു പോയെന്നോ, അങ്ങനെ പുസ്തകത്തിലുണ്ടോ? അപ്പോൾ അത് അന്വേഷിക്കണം, കേൾക്കണം, എന്താ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ സിമ്പിളല്ലേ. മനസ്സിലായില്ലെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? സിമ്പിളായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഒറ്റയടിക്ക് കൊണ്ടുപോയി 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ വെച്ച് പറഞ്ഞത്. ഈ മന്ന തിന്നവരും വെള്ളം കുടിച്ചവരും എലീമിലെ ഈന്തപ്പഴം തിന്നവരും അങ്ങനെ എന്തെല്ലാം തിന്നവരാ അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. അതല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. അത് പറയുന്നതിന് മുമ്പ് ആരുടെ കാര്യമാണ് പറഞ്ഞത്? പ്രസാദിച്ച ഒരു ജീവിതത്തെ മുന്നിൽ നിർത്തിയിട്ടല്ലേ ഇത്രയും കാര്യം പറഞ്ഞത്, അല്ലേ? ഒരു സൈഡിൽ ദൈവം പ്രസാദിച്ച ഒരു ജീവിതത്തെ നിർത്തി, മറു സൈഡിൽ 2 ഇൻസിഡൻറ്റ് മുമ്പിൽ കൊണ്ടുവന്നു. അത് പഴയ നിയമത്തിലെ കാര്യമല്ലേ എന്നൊന്നും ആരും പറഞ്ഞു വന്നേക്കരുത് കേട്ടോ. ആ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് പുതിയ നിയമത്തിൽ നിന്നാണ്. വിശദീകരണം പഴയ നിയമത്തിൽ നിന്ന് തന്നേ ഉള്ളൂ. അത് എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലാണ്. അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ലെന്നുള്ള വാക്ക് എഴുതിയിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിലാണ്. കൊരിന്ത് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ പട്ടണമാണ്, ഗ്രീസിലെ ഒരു പട്ടണമാണ്. കൊരിന്ത് എന്ന് പറയുന്നത് ഇന്നത്തെ ന്യൂയോർക്കിനെയും സിംഗപ്പൂരിനെയും ദുബായിയും ഒക്കെ പോലെ ഒരു സീപോർട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. വലിയ ഉന്നതന്മാരായ ആളുകൾ വസിച്ചിരുന്നൊരു ദേശം. ആ ദേശത്ത് ആരംഭിക്കപ്പെട്ട ഒരു സഭ. ആ ഒരു സഭയ്ക്ക് മാത്രമല്ല, ചുറ്റുപാടുമൊക്കെയുള്ള എല്ലാവരും ആ ലേഖനമൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എല്ലാവരോടുമായിട്ടാണ് പറഞ്ഞത്. അത് തന്നെയല്ല, മേലാൽ നമ്മളും വായിക്കുകയല്ലേ. അത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന്. എന്നിട്ട് ഇത് നിങ്ങൾ അറിയാതെ പോകരുതെന്നും കൂടെ എഴുതിയിരിക്കുക. അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ നിങ്ങളിൽ ആരെങ്കിലും ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അറിയിക്കേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട് ഞാൻ അറിയിച്ചതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഗിദെയോൻ്റെ കാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഗിദെയോനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 6ഉം 7ഉം അധ്യായങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേണം ശരിക്കും ധ്യാനിക്കാൻ. 6ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ വലുവനായ ദൈവം അവരെ ഇസ്രായേലിനെ കൈവിട്ട് കളഞ്ഞ ചില നിമിഷങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ ആ ഒരു വാക്യം ഒന്ന് വായിച്ചേക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജഡ്ജസ് ചാപ്റ്റർ 6 7ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നലെ 6ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ 1-2 വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തിരക്കേടില്ല. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിൻ്റെ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാൻ്റെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങൾ ചരണമാക്കി. അയ്യോ, എങ്ങനെയാ കണ്ടത്? യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവ സാത്താനല്ല, ഏൽപ്പിച്ചതാരാ? യഹോവയായ ദൈവമാണ്. അതുകൊണ്ടൊക്കെയാണ് സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കെടുത്ത് വായിക്കുന്നത്. സാത്താനല്ലോ ആയിരുന്നെങ്കിൽ ഞാനങ്ങ് വായിക്കാനേ പോവില്ല, വിട്ടേക്കാന്ന് വയ്ക്കും. സാത്താനെ നമ്മളുമായിട്ട് എന്നാ കാര്യം, പോട്ടേന്ന് വയ്ക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഏൽപ്പിച്ചതാരാ? യഹോവയായ ദൈവം. വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ജനമാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതി പരമ്പര, അല്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അത് തന്നെയല്ല, അവിടെ നിന്നാണ് ദാവീദ് ജനിക്കേണ്ടത്. ആ ദാവീദിൽ നിന്നാണ് ദാവീദ് പുത്രൻ വരേണ്ടത്. റൂട്ട് നോക്കണം. സ്ത്രീയുടെ സന്തതി റൂട്ട് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനവർഗമാണ്. അവരെന്താ ചെയ്തത്? ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഈ അനിഷ്ടമായുള്ള കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കുമ്പസാരിച്ചാൽ പോരെ പോയി. അവിടെ അന്നത്തെ കാലത്തെ അന്നാസോ കയ്യഭാവം ആരാന്ന് വെച്ചാൽ ആ പുള്ളികൾ അവിടെ ഉണ്ടല്ലോ. അവരുടെ അടുക്ക പോയി ഒന്ന് കുമ്പസാരിച്ചാൽ പോരെ, തെറ്റിപ്പോയി അത് മന്നിച്ചിടണം എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുപോലത്തെ വലിയ പരിപാടികളാണ് ചെയ്തത്. വലിയ പരിപാടികളാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഗിദെയോൻ്റെ ഒക്കെ കാര്യം ചിന്തിക്കുമ്പോൾ ഗിദെയോൻ്റെ വീട്ടിലൊക്കെ ബാലിൻ്റെ പ്രതിഷ്ഠകൾ ഇരിക്കുകയാണ്. ബാലിൻ്റെ അശേരയുടെയൊക്കെ. ഗിദെയോൻ അതിനെയൊക്കെ പലതിനെയും തകർത്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് അവന് പേര് വീണത്, യെറുബാൽ എന്നുള്ള പേര് വീണത്. ഇതിനെയൊക്കെ തകർത്ത് പുറത്ത് വന്നതുകൊണ്ടാണ്. അങ്ങനെ ചുമ്മാ അങ്ങ് വരികയല്ല, ചിലതിനെയൊക്കെ ഉടച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടല്ല പുറത്തേക്ക് വരുന്നത്. ചിലതൊക്കെ ഉടയ്ക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഉടച്ചിട്ടൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് ദൈവം കൂടെ ഇരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. ഞാൻ ഈ 6ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല ഇത്രയും.
ഇതാണ് പശ്ചാത്തലം. അപ്പോൾ ദൈവത്തിൻ്റെ സമയമായി ഈ പറയപ്പെടുന്ന ഒരു 7 സംവത്സരം അങ്ങ് തീരാറാകുന്ന ഒരു സമയം. അങ്ങനെയാ കേട്ടോ, ചില കാര്യങ്ങളിൽ ദൈവം നമ്മെ ചില വഴികളിലൂടെ നടത്തും. ആ നടത്തുമ്പോൾ അതൊരു അഭ്യസനത്തിൻ്റെ കാലമാണ്. അത് തീരാറാകുന്ന സമയത്ത് ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കും. അവരിലൂടെ നമ്മോട് സംസാരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിട്ട് അവർ ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യും, പ്രാർത്ഥിക്കും. അതിനകത്ത് ആത്മീയമായ അധികാരങ്ങൾ പ്രയോഗിക്കും. അതേസമയം ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഒരു 7 സംവത്സരം എന്നൊക്കെ കണ്ടല്ലോ. അതിലൊരു 3 സംവത്സരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പ്രഗത്ഭനായ ഒരു ഉപദേശി വന്നിട്ട് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ മിദ്യാനെയല്ല ഞാനിന്ന് പുകയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അങ്ങനെ മിദ്യാനെ പുകച്ച് കളയാൻ പറ്റുമോ? ദൈവം വെച്ച ചില വ്യവസ്ഥകളും കാര്യങ്ങളും ഉണ്ടെന്നേ. ഇപ്പോൾ പിശാചിനോടുള്ള ബന്ധത്തിലാണേലും പിശാചിനെ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. ഈ കാലമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ പിടിച്ച് ചങ്ങലക്കിട്ട് കഴിയുമ്പോൾ പുള്ളിയുടെ പരിപാടി തൽക്കാലത്തേക്ക് റദ്ദ് ചെയ്യും. അത് കഴിഞ്ഞിട്ടും പിന്നെ പുള്ളിനെ അഴിച്ചു വിടുമ്പോഴും പുള്ളി തനി സ്വഭാവമായിട്ട് പുറത്തേക്ക് വരും. ആളുകളെ തെറ്റിക്കും, വഞ്ചിക്കും, പിന്നെ തന്ത്രങ്ങൾ ഇറക്കും. അങ്ങനെ ഒത്തിരി പരിപാടികൾ ആ കാലത്തും ഇറക്കും. അപ്പോൾ ഇപ്പോൾ സാത്താനുണ്ട്. സാത്താനോട് നമുക്ക് യുദ്ധം ചെയ്യാം, സാത്താനെ ശാസിക്കാം. അത്രയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. ചുമ്മാ കയറി ശാസിച്ചിട്ട് കാര്യമില്ല. അത് അതിൻ്റെ വ്യവസ്ഥയിലും രീതിയിലും ഒക്കെ ആയിരിക്കണം അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം കാര്യങ്ങൾ വ്യവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം. എല്ലാം വ്യവസ്ഥയിലാണ്. ആ സമയത്ത് കയറി ശാസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വലുവനായ ദൈവം ഓരോരുത്തരെ ഓരോരോ കാര്യങ്ങളിലൂടെ കടത്തി വിടുന്നുണ്ട്. ആ സമയം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഈ ECG ഒക്കെ ഇങ്ങനെ ഡോക്ടർ നോക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആർക്കറിയാം. ഇങ്ങനെ പോകും, കുറേ ലൈൻ ഇങ്ങനെ പോകും, ഇങ്ങനെ കുത്തും കോമയൊക്കെ ആയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡോക്ടർ വളരെ സൂക്ഷിച്ച് നോക്കും. നമ്മൾ നോക്കുമ്പോൾ എന്തോ ഗ്രാഫ് പോലെ നമുക്ക് തോന്നുള്ളൂ. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ ഗ്രാഫൊക്കെ വരച്ചില്ലേ, അങ്ങനത്തെ അതിൻ്റെ ഒരു ബുക്കുണ്ടല്ലോ, ഒരു ബുക്ക്, ഈ പച്ചയും ചുമപ്പൊക്കെ കളറുള്ള അതുപോലത്തെ എന്തൊരു പേപ്പർ പോലെ നമുക്ക് തോന്നും. നമുക്കത്രേ തോന്നുള്ളൂ. പക്ഷേ ഡോക്ടർ നോക്കും, അതിങ്ങനെ വര അങ്ങോട്ട് മാറി വര ഇങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കതൊക്കെ കോഡാണ്, പല കാര്യങ്ങളല്ലേ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് അവിടെ കോലിട്ട് ഇളക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ സമ്മതിക്കുമോ? ഡോക്ടർ അതിനിടയ്ക്ക് സമ്മതിക്കില്ല. അവർ അത്ര അറ്റൻഷനിലാണ് ഇരിക്കുന്നത്. കാരണം ഈ രോഗിയുടെ കാര്യം എന്താകും എന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കും. വളരെ സീരിയസ് ആണ്, വളരെ ഗൗരവമാണ്. അന്നേരം അവിടെ തമാശയ്ക്ക് നേരം പോക്കിനൊന്നും സമയമില്ല. അതുപോലെ തന്നെയാണ് തമ്പുരാൻ നമ്മെ ഓരോരോ കാര്യങ്ങളിലൂടെ തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ കടത്തി വിടുന്നൊരു സമയമുണ്ട്. ഞാൻ 66-ാം സങ്കീർത്തനം മുന്നിൽ വെച്ചുകൊണ്ടും പറയുകയാണ്. അവൻ നമ്മെ വല വെച്ച് പിടിക്കുന്ന കാര്യവും പിന്നെ നമ്മുടെ മുതുകത്ത് മനുഷ്യരെ കയറ്റി ഓടിച്ചതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. എവിടെയാ? 66-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വായിക്കാനൊന്നും പോകണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുവദിക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാവർക്കും ബാധകമാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയോടും ശുശ്രൂഷയോടൊക്കെ ഉള്ള ബന്ധത്തിൽ സൗരങ്ങളെ 2 രീതിയിലാണ് പഠിക്കേണ്ടത്. ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. അതായത് ഈ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ അപ്ലൈ ചെയ്യേണ്ട രീതിയല്ലത്. അവരാരടുത്ത് വന്നാലും ദേവദാസന്മാർക്ക് യേശുവിൻ നാമത്തിൽ സൗഖ്യം വിടുതൽ എന്തും വേണേ പറഞ്ഞു വിടാം. അതേസമയം ഒരു ദൈവവേദലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അയ്യോ, അത് മോൾഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൾഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടങ്കോൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഉപദേശീനെ പാപ്പനംകോട്ടേക്കോ കാസർഗോട്ടേക്കോ ട്രാൻസ്ഫർ ചെയ്യും തമ്പുരാൻ. എങ്ങനെയാ? പാപ്പനംകോട്ടെന്ന് കേട്ടിട്ടുണ്ടോ? അത് പണ്ട് കാലത്തെ ഒരു പ്രയോഗമാണ്. പാപ്പനംകോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഉപദേശി കാര്യങ്ങളെ തിരിച്ചറിഞ്ഞോണം. അതിന് ഇങ്ങനെയും കൂടെ വേണേൽ പറയാം. ഇങ്ങനെയും കൂടെ ഏതെങ്കിലും ഉപദേശിമാർ എപ്പോഴെങ്കിലും കേൾക്കുകയാണെങ്കിൽ കേട്ടോട്ടെ. അതായത് മോശയോട് പറഞ്ഞു പാറയെ അടിക്കാൻ. മോശ അടിച്ചു, വെള്ളം വന്നു. പിന്നീട് മോശയോട് പറഞ്ഞു പാറയോട് കൽപ്പിക്കാൻ. പക്ഷെ മോശ പിന്നെയും റിപ്പീറ്റ് ചെയ്തു. പഴയ സംഭവം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കില്ല. വീണ്ടും കയറി പാറയടിച്ചു. അത് ദുരന്തമായി തീർന്നു. വാഗ്ദത്ത ഭൂമി കണി കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ചെറിയ കാര്യമല്ല, അതങ്ങനെയൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. മോശ അവിടെ അവിവേകം പ്രവർത്തിച്ചു. അതായത് ഈ ജനം മോശയെ ചൂടുപിടിപ്പിച്ചു. മോശ അവിവേകം പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരുവനായ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ശുശ്രൂഷകരും പിന്നത്തേതിലെല്ലാവരും നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, അവൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. അതായത് പാറയെ അടിക്കാനാണോ പറയുന്നത്, കൽപ്പിക്കാനാണോ പറയുന്നതെന്നൊക്കെ തിരിച്ചറിയണം. നമുക്കാകെ അറിയാവുന്ന കുറേ ശാസിച്ച് ഈ സാത്താൻ എല്ലാ ദിവസവും ഡെറ്റോളിട്ട് കുളിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പെന്തിക്കോസ് പാസ്റ്റർമാരെല്ലാം ശാസിച്ച്
തുപ്പി തവിട് പൊടിയാക്കിയിട്ടിരിക്കുകയല്ലേ പുള്ളിനെ. ഓരോ സമയത്തും ശാസനകൾ കൊണ്ട് പുള്ളിക്കാരൻ ഡെറ്റോൾ എനിക്ക് തോന്നുന്നു ഹോൾസെയിലായിട്ടായിരിക്കും മേടിക്കുന്നത്. അങ്ങനെയൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അത്തിനും മാത്രം ശാസനകളാണ്. ഈ ശാസിക്കുകയാണോ പൽസിക്കുകയാണോ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ ഒറ്റയടിക്ക് പാറ പിളരും, ഒറ്റയടിക്ക് പിളരും. അതല്ല, ഗൈഡൻസ് ഇല്ലാതെ ചുമ്മാ പാറക്കെട്ട് അടിച്ചുകൊണ്ടിരുന്ന അടിച്ചടിച്ചടിച്ച് അവസാനം പാമ്പും ചാവില്ല കോലൊടിയില്ലെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഈ കൂടെ നടക്കുമ്പോൾ സ്വഭാവം മനസ്സിലാക്കണം. അതിന് ആമോസ് പറയുന്നത് 2 പേർ തങ്ങളിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമെന്നാണ്. 2 പേര് ഒരുമിച്ച് നടക്കണമെങ്കിൽ 2 പേര് സ്വഭാവം പഠിക്കണം. 2 പേര് സ്വഭാവം. നമ്മൾ അബ്രഹാമിനെ ഈ കാര്യത്തിലൊന്ന് നമ്മൾ അബ്രഹാമിനെ ഇവിടേക്കൊന്ന് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പിടിച്ചുകൊണ്ട് വരാൻ എങ്ങനെയാണ്, പ്രായമുള്ള ആളാണ്. നമ്മൾ അബ്രഹാമിനെ ഈ വിഷയത്തിലേക്കൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ തുടക്ക സമയവും ഒടുക്ക സമയവും. തുടക്ക സമയത്തൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്. മിസ്രൈമിലേക്ക് പോയ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സഹോദരി ഹാഗാറുമായി ബന്ധപ്പെട്ട മണ്ടൻ തീരുമാനങ്ങൾ എടുത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ കാലാന്തരത്തിലേക്ക് വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം സായങ്കാലത്തിലേക്ക് വരുമ്പോൾ തന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ എത്ര ഭയങ്കര സാക്ഷ്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഹൃദയമൊക്കെ മനസ്സിലാക്കിയാണ് അബ്രഹാം, ഹൃദയമൊക്കെ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇവിടെ താൻ പുഞ്ചപ്പാടമൊക്കെ മേടിച്ചിട്ടുണ്ട്, അതൊക്കെയുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തെക്കുറിച്ച് ഒരു ഭാഗികമായ വെളിപ്പാട്, എന്തോ ഒരു മിന്നാമിനുങ്ങ് മിന്നുന്നത് പോലെ ഒന്ന് മിന്നിയടിച്ചു പോയി കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ സ്വഭാവം തന്നെ മാറി. അത് മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ഒക്കെ പകർന്ന് നമ്മളിവിടെ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. ഈ കാണുന്ന ഭൂമിക്കും ഈ സംവിധാനത്തിനൊക്കെ മാറ്റം വരും. ദൈവം തൻ്റെ സ്ഥിരനിർണയത്താൽ ചെയ്യാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ബോധ്യം തലമുറകളിലേക്ക് വരെ താൻ പകരുകയായിരുന്നു. പിന്നീട് വെട്ടിപ്പിടിക്കാനൊന്നും പോവുകയല്ലായിരുന്നു. വെട്ടിപ്പിടുത്തത്തിൻ്റെ പരിപാടിയൊക്കെ വിട്ടിട്ട് തലമുറകളെയൊക്കെ ആ വഴിയിലേക്ക്, അതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്കൊരു പ്രസംഗം ചെയ്തായിരുന്നു. അതിനെക്കുറിച്ചല്ല, അതെനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു പ്രസംഗങ്ങളിൽ ഒന്നാണ്. അതങ്ങ് ഒരു മനുഷ്യനും കേട്ടിട്ട് പോലുമില്ല. അതിൽ ഞാൻ മോറിയ മലയിലെ അബ്രഹാമും മോറിയ മലയിലെ ഇസഹാക്കിനെ അടുത്ത് നിർത്തിക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒരു ഗംഭീര വിഷയം തന്നെയായിരുന്നു. അങ്ങനെ വെളിപ്പെട്ട് വന്നതാണ്. തലമുറകളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വഴിയിലൂടെ നടന്നു വന്ന കണ്ടോ. അതേസമയം തൻ്റെ മകൻ തന്നെയാണ് ഇസ്മായിൽ. 2 ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതേ ഉള്ളൂ. തൻ്റെ ജനസിൽ തന്നെ പെട്ട ഒരുവനാണ് ഇസ്മായിൽ. ആ ഇസ്മായിൽ തൻ്റെ ഹിതമൊന്നും മനസ്സിലാക്കിയില്ല, തൻ്റെ താല്പര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല. തനിക്ക് ബോധിച്ചതുപോലെ അങ്ങനെ തൻ്റേതായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തൻ്റേതായ രസങ്ങൾക്കൊക്കെ വേണ്ടി താൻ അങ്ങനെ അങ്ങ് പോയി, അത്ര തന്നെ. അതേസമയം ഇസ്ഹാക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചേർന്ന് നിന്നു. ഇത് രണ്ടും ഇങ്ങനെ പഠിക്കണം സഹോദരങ്ങളെ. ഒരപ്പൻ്റെ മക്കളല്ലേ. അബ്രഹാം മരിക്കുമ്പോൾ ഇവർ 2 പേരും കൂടെയാണ് കണ്ണടച്ചതും കൊണ്ടുപോയി മക്പേല ഗുഹയിൽ വെച്ചതൊക്കെ. 2 പേരും പോയായിരുന്നു. പെട്ടിയുടെ മുമ്പിൽ ഇസ്മായിലായിരിക്കും പിടിച്ചത്, പുറകിൽ ഇസഹാക്കായിരിക്കും പിടിച്ചത്. അങ്ങനെയായിരിക്കും പെട്ടിയായിട്ടൊക്കെ പോയത്. പക്ഷേ പെട്ടി ചുമന്നിട്ട് കാര്യമില്ല, പെട്ടിയൊക്കെ ആളുകൾ ചുമക്കും, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് അബ്രഹാമിൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചവനായിരുന്നു ഇസഹാക്ക്. അതേസമയം മറ്റവനോ ഒരു കുരുത്തം കെട്ടവനാ. അവൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം കേട്ട് കഴിഞ്ഞാൽ കുരുത്തം കെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോപിക്കും. ചിലപ്പോൾ കോപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എഴുതിയിരിക്കുന്ന രീതി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയൊക്കെ കടന്നു പോകേണ്ട ഒരു കാര്യമില്ല. ഇത്രയൊക്കെ കടന്നു പോകേണ്ട കാര്യം തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിന് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് അബ്രഹാമിനെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചത്. അതിൽ നിന്നൊക്കെ ഞാൻ വീണ്ടും പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ 6-ാം അധ്യായത്തിൻ്റെ ഇപ്പോൾ വായിച്ച പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്തേക്ക് ചില കാര്യങ്ങളൊക്കെ അനുവദിക്കും. ആ അനുവദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കുക, എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. പ്രതിസന്ധികളുടെ നടുവിലോ, അതെ, പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൊക്കെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എപ്പോഴും ഒച്ചത്തിൽ സ്തോത്രം പറയണമെന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ സാരം. ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്തോത്രം ഉണ്ടായിരിക്കണം. നന്ദി സൂചകമായിട്ട് ഹൃദയം നിറഞ്ഞ് തുളുമ്പണം, നിറഞ്ഞ് കവിയണം. നമ്മുടെ ആ ഹൃദയത്തിലെ സന്തോഷവും ദൈവത്തോടുള്ള പറ്റുമാനമൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ ഉയർത്തുമ്പോൾ അത് പ്രസാദകരമായ കാര്യമാണ്. സഹോദരങ്ങളെ,
അങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞു വരികയാണ്. എങ്ങനെയാണ് പറഞ്ഞു വരുന്നത്? ഇസ്രായേലിൻ്റെ ചരിത്രം പറഞ്ഞു, അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. പിന്നീട് പറഞ്ഞത് എന്താ? ഗിദെയോനുമായി ബന്ധപ്പെട്ട് ആ കാലത്തെ ഇസ്രായേലിൻ്റെ ഒരു ചരിത്രമാണ് പറഞ്ഞു വന്നത്. പറഞ്ഞു വന്നിട്ട് അതിലേക്ക് കടന്നില്ല. ഓക്കെ, പിന്നീട് ഗിദെയോനുമായി ബന്ധപ്പെട്ട് ആ കാലത്തെ ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം പറഞ്ഞിങ്ങനെ നമ്മൾ തുടങ്ങുകയായിരുന്നു. ഈ 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച വായിക്കാത്ത വാക്യം ഒന്ന് വായിച്ചു വിട്ടു. 7-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ആ സമയത്ത് ഈ മിദ്യാന്യരും അമലേക്യരും അങ്ങനെ വേറെ പലരും ഇസ്രായേലിനെതിരെ പാളയമിറങ്ങിയിരിക്കുകയാണ്. പാളയമിറങ്ങിയിരിക്കുമ്പോൾ ആ സമയത്ത് ഇസ്രായേലിനെ നയിക്കാനായിട്ട് ഗിദെയോനെ തിരഞ്ഞെടുക്കുകയും അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു വരികയും ചെയ്യുകയാണ്. പാളയമടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മറു സൈഡിൽ മിദ്യാനിൽ യുദ്ധത്തിനായിട്ട് വന്ന് പാളയമടിച്ചേക്കുകയാണല്ലോ. ഇപ്പോൾ ഇവിടെ യുദ്ധത്തിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ ധാരാളമാണ്, ഏതാണ്ട് ഒരു 32,000 പേര്. അപ്പോൾ വലിയവനായ ദൈവം അഡ്വാൻസ് ചെയ്ത് ഗിദെയോനോട് പറഞ്ഞു, ഇതെല്ലാം ചുമ്മാ ഗ്ലോറി അല്ലെലിയ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. ചുമ്മാ ഒരു തൊട്ടാവാടി എങ്ങാനും മുട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവർ ഓടിപ്പോക്കോളും. അപ്പോൾ അതുകൊണ്ട് ഈ 22,000 അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. കാമ്പും കഴപ്പും ഇല്ലെന്നുള്ളതായിരിക്കും. അത് ഞാനൊന്നും കൂട്ടി പറഞ്ഞല്ല കേട്ടോ, ഒരു ചിന്ത പറഞ്ഞതേ ഉള്ളൂ. കാമ്പും കഴമ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വിട്ടു പോട്ടെ, എല്ലാം വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ 10,000 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ധൈര്യവും ബലശാലികളുമായവരെ മാത്രം നിർത്തിയാൽ മതി, ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടേക്കാമെന്ന് പറഞ്ഞു. അതിനൊരു ചെറിയ ടെസ്റ്റ് വെച്ചു, നക്കി കുടിക്കുന്നവരുടെ ടെസ്റ്റ്. അതാണ് നമ്മൾ കണ്ടത്. ഈ ബാക്കിയുള്ളവരെ മുഴുവനും വെള്ളത്തെങ്കിലേക്ക് നയിച്ചു. അങ്ങനെ നയിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ ഗിദെയോനോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ വെള്ളം കോരി നക്കി കുടിക്കുന്നവരെ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 10,000 പേരും അവിടെ ഈ വീണ് കിടന്നാണ് കുടിക്കുന്നത്. ആവോളം കുടിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അത് വളരെ സിമ്പിളായിട്ടല്ലേ ന്യൂ ടെസ്റ്റ്മെൻറ്റുമായിട്ട് ഞാൻ കണക്ട് ചെയ്തത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നത്? അല്ലേ? ആ ടെസ്റ്റ് എന്താണ്? ടെസ്റ്റ് നേരത്തെ പറയണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ ഒന്നും പറയില്ലെന്നേ. ഇപ്പോൾ ഇസ്രായേലിനെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ആരംഭിക്കാൻ പോവുക കേട്ടോ. ടെസ്റ്റ് ആരംഭിക്കാൻ പോവുക. മോശെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തേരെ, ടെസ്റ്റ് ആരംഭിക്കാൻ പോവുക. ടെസ്റ്റ് നമ്പർ 1 മാറ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണോ ടെസ്റ്റ് നടത്തുന്നത്? ഒന്നും പറയാനില്ലെന്നേ. അതൊന്നും പറഞ്ഞിട്ടല്ല, ടെസ്റ്റ് ആരംഭിക്കുകയാണ്. ടെസ്റ്റ് അങ്ങ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യത്തിലും. ഈ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന ആളുകളോടുള്ള ബന്ധത്തിൽ ടെസ്റ്റ് ആരംഭിക്കുകയാണ്. നക്കി കുടിക്കുക, അങ്ങനെ നക്കി കുടിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിന് പകരം അവർ ആണ്ട് കിടന്ന് വെള്ളം കുടിക്കുകയാണ്, വെള്ളത്തിൽ കിടന്നങ്ങ് കുടിക്കുകയാണ്. അപ്പോൾ അവർ ആസ്വദിക്കുകയാണ് ആ കാര്യം. നിങ്ങൾ മറുതല നോക്കണം. നിങ്ങൾ അതിൻ്റെ മറുഭാഗം നോക്കണം. മറുഭാഗത്ത് മിദ്യാന്യർ പാളയമടിച്ച് നിൽക്കുകയാണ്, യുദ്ധസന്നദ്ധരായി നിൽക്കുകയല്ലേ. അപ്പോൾ ഈ 300 പേരെന്ന് പറയുന്നവർ അവർ വളരെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. അവർ നിൽക്കുന്നത് കളിക്കളത്തിലല്ല, യുദ്ധമുഖത്താണെന്ന ഒരു തിരിച്ചറിവിലാണ് അവർ നിൽക്കുന്നത്. അവർ തികഞ്ഞ ബോധ്യമുള്ള ആളുകളാണ് ആ 300 പേരും. അവർ ദൈവപ്രസാദം ലഭിച്ച മനുഷ്യരാണ്. അല്ലെങ്കിൽ അവരിൽ ദൈവം പ്രസാദിച്ചു എന്ന് ഞാനങ്ങ് പറയുകയാണ്. അംഗീകരിക്കാവുന്ന കാര്യമല്ലേ? ആ 300 പേരിൽ ദൈവം പ്രസാദിച്ചു, ബാക്കിയുള്ളവർ പ്രസാദിച്ചില്ല. എല്ലാത്തിനും വീട്ടിൽ പറഞ്ഞു വിട്ടു, പൊയ്ക്കോളാൻ പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം. റിപ്പീറ്റ് ചെയ്താണ് വീണ്ടും. അപ്പോൾ ദൈവപ്രസാദം ലഭിക്കുമാറ് ഒരു ജീവിതം നയിക്കണമെന്നുള്ളതാണ് ആഹ്വാനം. പുതിയ നിയമ ക്രിസ്ത്യാനികളോട് എന്താ പറയാനുള്ളത്? എന്തെല്ലാം പറയാൻ കിടക്കുന്നത്? എന്തെല്ലാമാ? 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ നിന്നാണ് അതിൻ്റെ ഒടുക്കം വാക്യം വായിച്ചത്. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അനുഭവിക്കാത്തവരെ പോലെയും എന്ന് പറഞ്ഞിട്ട് പിന്നെയും പല കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ഉത്സാഹിക്കരുത്. മോട്ടിവേഷണൽ സ്പീച്ച് അല്ല നമ്മളിവിടെ നടത്തുന്നത്. ഒത്തിരി ആൾക്കാരൊക്കെ വരുവും പോവുകയൊക്കെ ചെയ്യും. ഇന്ന് നിന്നെ ശരിയാക്കും, നിന്നെ ഉയർത്തും, മാനിക്കും, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനൊന്നും നമുക്ക് ടൈമില്ല. നമ്മളിവിടെ നക്കി കുടിക്കുന്ന 300-നെ തേടി നിൽക്കുക. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നക്കി കുടിക്കാനാണ് നോക്കുന്നത്. എന്ന് മാത്രം ജനമാണ് വന്നുപോയത്. അതെല്ലാം 10,000-ലും 22,000-ലും 30,000-ലൊക്കെ പെട്ടതാണ്. അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളിവിടെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നക്കി കുടിക്കുന്ന 300 എവിടെയുണ്ടെന്നുള്ളതാണ്. അതായത് ക്രൂശ് എടുക്കുന്ന ഒരു 300 ഉണ്ടോയെന്നാണ് നോക്കുന്നത്. അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കുന്ന, നുകത്തിൻ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു 300-ന് വേണ്ടിയുള്ള അത്യധ്വാനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുന്ന പോലെ ഞാൻ അത്യധ്വാനം ചെയ്യുകയാണ് അല്ലേ, എന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയാൽ ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. ഇതിനകത്തൊക്കെ പോരാട്ടമുണ്ട്. ഈ ആത്മീയ സത്യങ്ങളും ഈ വിലപ്പെട്ട വെളിപ്പാടുകളും ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് പകരപ്പെടണമെങ്കിൽ, അത് അകത്തേക്ക് അങ്ങ് കയറ്റി വിടണമെങ്കിൽ
അധ്വാനമുണ്ട്. അതേസമയം നിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരും പ്രിയനെ എന്നൊക്കെ പറഞ്ഞാൽ സാത്താൻ പറയും ശരിയാക്കി തരാം, നീ തട്ടി വിട്ടോ അടിച്ചു വിട്ടോ. സാത്താൻ പുറയിലിരുന്ന് ഗിറ്റാർ അടിച്ചു തരും. അപ്പോൾ ആളുകളോട് അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണെന്നൊക്കെ ചോദിച്ചാൽ, അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നല്ലോ നമ്മുടെ, അല്ലേ? നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ? നിങ്ങളൊരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അത് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് പെന്തിക്കോസ് പ്രസംഗിക്കുന്നില്ല നീ. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനും ഏടാകൂടമൊക്കെ വരുന്നത്. പാസ്റ്റർമാർക്ക് പോലും മനസ്സിലാകുന്നില്ല. കാരണം എന്നാ, ഈ പാസ്റ്റർ എന്ന് പറയുന്നയാളും കഴിഞ്ഞൊരു 25-30 കൊല്ലത്തിനിടയ്ക്ക് വേലയ്ക്കൊക്കെ ഇറങ്ങിയതായിരിക്കില്ലേ? 50 വർഷം പുറകിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയിട്ടുണ്ടാവും. കാരണം അതിന് മുമ്പ് പ്രസംഗിച്ച സുവിശേഷം ഇപ്പോൾ പ്രസംഗിക്കുന്ന സുവിശേഷം രണ്ടാ. ഇന്ന് ലോകം തരാമെന്നാണ് പറയുന്നത്. പണ്ടത്തെ സുവിശേഷത്തിലൂടെ എന്താ കിട്ടുന്നത്? ക്രൂശാണ് കിട്ടുന്നത്. പണ്ട് കാലത്ത് സുവിശേഷം പ്രസംഗിക്കുന്നവർ ഓഫർ ചെയ്യുന്നത് എന്താ? ക്രൂശാണ് ഓഫർ ചെയ്യുന്നത്. ഇന്നെന്താ ഓഫർ ചെയ്യുന്നത്? കടന്നു വരൂ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്. അതല്ലേ 2-3 മാസമായിട്ട് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൻ്റെ തീം എന്താ? ക്രൂശിൻ്റെ ശത്രുക്കൾ. ഇന്ന് കാണുന്നതും കേൾക്കുന്നതൊക്കെ ക്രൂശിൻ്റെ ശത്രുക്കളെയാ. ക്രൂശിൻ്റെ ശത്രുക്കളെ അവർ ഓഫർ ചെയ്യുന്നത് എന്താ? വിശാലമായ വാതിലും വിശാലമായ വഴിയും. നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട. ഇടുക്കമുള്ള വഴിയാണോ? ഇടുക്കമുള്ള വാതിലാണോ? മാറ്റിത്തരാം. വണ്ടി കയറിക്കോ, കോട്ടയത്ത് വന്ന് ഇറങ്ങിക്കോ. അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊട്ടാരക്കരയോ അടൂരോ, വണ്ടി എവിടം വരെ ഉണ്ടോ അവിടം വരെ വരിക. അടൂർ വണ്ടിയാണെങ്കിൽ അവിടെ ഇറങ്ങിക്കോ, കൊട്ടാരക്കരയാണെങ്കിൽ അവിടെ ഇറങ്ങിക്കോ. കിട്ടുന്ന വണ്ടിക്ക് കിട്ടുന്നിടത്ത് കയറിക്കോ. അല്ല ഇനി ബാംഗ്ലൂർക്ക് വണ്ടി കിട്ടുന്നെങ്കിൽ നേരെ അങ്ങോട്ട് കയറിക്കോ. വണ്ടി മടിവാള വരുന്നതിന് മുമ്പ് ഇലക്ട്രോണിക് സിറ്റിയിൽ ഇറങ്ങിക്കോ. ഇതിനാ മടിവാള വരെ പോകുന്നേ? ശാന്തിനഗർ വരെയും പോകേണ്ട ആവശ്യമില്ല. ഇലക്ട്രോണിക് സിറ്റിയിൽ ഇറങ്ങിക്കോ. ഈ ഞെരുക്കമുള്ള വാതിലും ഈ ഇടുക്കമുള്ള വാതിലും ഈ വഴിയൊക്കെ മാറ്റാൻ കെൽപ്പുള്ളവരുണ്ടെന്ന്. പണ്ടതില്ലായിരുന്നു. ഒരു 10-30 വർഷം മുമ്പ് പെന്തിക്കോസുകാരുടെ ഇടയിലൊന്നും കപ്പാസിറ്റി ഉള്ള ആളുകളില്ലായിരുന്നു. അതുങ്ങളെല്ലാം ഈ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും വെച്ച് ഇങ്ങനെ ഉന്തി തള്ളിക്കൊണ്ടിരുന്നു. ഇന്നങ്ങനെയാണോ? ഏത് ഭയങ്കര വിശാലമായ വാതിലുകൾ, വിശാലമായ പാതകൾ. നിതിൻ ഗഡ്കരി വന്നതിന് ശേഷമാണ് റോഡെല്ലാം വികസിച്ചത്. പണ്ട് കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊന്നും റോഡിനൊന്നും വീതിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ മോഡിജിയൊക്കെ വന്നു, റോഡൊക്കെ വിശാലമാക്കി. അതുപോലെ പഴയ പെന്തിക്കോസും പുതിയ പെന്തിക്കോസും. പണ്ട് കാലത്തെ പെന്തിക്കോസിൻ്റെ എല്ലാം ഈ ചുമ്മാ ഇടുങ്ങിയ വഴികളായിരുന്നു, നാരോ പാത്തുകളായിരുന്നു. ഒരു 2 വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റുമെന്ന് സംശയമാണ്. ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് അടിച്ചു വിട്ട് പോകാം. നിങ്ങൾക്ക് പോർഷയോ മറ്റേ മസറാത്തിയോ പിന്നെ എന്നതാ ഷെവർലയോ ഏത് വേണേലും വെച്ചിട്ട് കാച്ചാം, അടിച്ചങ്ങ് വിടാം, അല്ലേ? ഏത് വേണേലും വെച്ച് അടിച്ച് പറപ്പിച്ച് വിടാം. അങ്ങനത്തെ ഒരു ലോകത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നു, ആ വണ്ടി എല്ലാം അവസാനം ചെന്ന് തീക്കുണ്ടത്തിൽ വീഴും. അയ്യോ, യെസ്. പിന്നെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ശബ്ദമാണിത്. സംശയമുണ്ടോ? സംശയിക്കേണ്ട. ആ ദിവസം വരെ കാത്തിരിക്കാം നമുക്ക്. തീക്കുണ്ടത്തിലേക്കാണ് ആ വഴികളെല്ലാം ചെന്ന് അവസാനിക്കുന്നതും വീഴുന്നതും. നിങ്ങൾ കേട്ടിട്ടില്ലേ ഗൂഗിൾ ചതിച്ചെന്ന്? നിങ്ങൾ കേട്ടിട്ടില്ല? എന്തൊരു മനുഷ്യരാ അത്! കേട്ടിട്ടില്ലാരും? ലിസാനെ ഒന്നും ചതിക്കില്ല, കാരണം അവർ അമേരിക്കക്കാരായതുകൊണ്ട്. ഇന്ത്യക്കാരെ ചതിക്കും, ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. മലയാളികളെ ചതിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ ഗൂഗിൾ ചതിച്ചൊരുത്തനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞ എന്ത് പ്ലാറ്റ്ഫോമാണ് അത്! ലോക പ്രശസ്തമായ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ. ഗൂഗിളിൻ്റെ വിശ്വാസ്യതയും ഈ പാവം പിടിച്ച ഉപദേശിയുടെ വിശ്വാസ്യതയും തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു താരതമ്യ പഠനത്തിന് വെച്ച് കഴിഞ്ഞാൽ കാക്കാജിൻ്റെ വിലയില്ല നമ്മുടെ വിശ്വാസ്യതയ്ക്ക്. ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെപ്യൂട്ടഡ് ബ്രാൻഡാണത്, റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഗൂഗിളൊന്നും ആരെയും പറ്റിക്കാനും ചതിക്കാനും ഇരിക്കുകയല്ല. പക്ഷേ ഒരുത്തിൻ്റെ കാറ്റ് പോയി. വിളിച്ച് കൊണ്ടുപോയി ലെഫ്റ്റും റൈറ്റൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നത്. ഇമ്പകരമായ സ്വരമായിരുന്നു. മകനെ ലെഫ്റ്റിലേക്ക് എടുക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ മകനെ റൈറ്റിലേക്ക് എടുക്കൂ. പിന്നെ എടുത്ത എടുപ്പിന് ചമ്പക്കര കായലിലേക്കാണ് പോയത്. അവിടെ കിടന്നു. അത്ര തന്നെ. ഏത് ചമ്പക്കര? കോട്ടയത്തെ ചമ്പക്കരയല്ല, ഇത് കൊച്ചിയിലെ ചമ്പക്കരയുടെ കാര്യമാണ് പറഞ്ഞത്. കായലിൽ പോയി, ആൾ തീർന്നു. പിന്നെ എവിടെയെല്ലാം ആളുകൾ വെള്ളത്തിൽ പോയി. അപ്പോൾ ഈ ഗൂഗിൾ പോലെയാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത്. ഗൂഗിളും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ഗൂഗിളും ചതിക്കും, യവന്മാരും ചതിക്കും. യവന്മാർ ഈ വിശാലമായിട്ട് വെട്ടിയ റോഡൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ചെന്ന് തീപ്പൊയ്കയിൽ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു രസമില്ലേ, സുഖമില്ലെന്ന് ചോദിച്ചാൽ യെസ്, മാക്സിമം എൻജോയ് ചെയ്തോ. മാക്സിമം
ഈ വിശാലമായ വഴിയിൽ പോകുന്ന വഴിക്ക് എന്തെല്ലാം കഫ്റ്റീരിയകളുണ്ട്, അവിടെ പിന്നെ നിങ്ങൾക്ക് കുഴിമന്തി കിട്ടും, അൽഫാമോ കിൽഫാമോ എന്ന് വേണ്ട എല്ലാം വഴിയിൽ മാക്സിമം ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ഈ ലോകത്തിൻ്റെ രൂപമൊന്നും തൽക്കാലം ഒഴിഞ്ഞു പോകുന്നില്ല, അതിൻ്റെ ഒടുക്കമാണ് ഒഴിഞ്ഞു പോകുന്നത്. അല്ലേ? നല്ല മലയാളത്തിലാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇവിടെ ഇത് അധികം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇതിലപ്പുറം എന്നോട് പ്രസംഗിക്കും. എങ്കിലും ഞാനങ്ങ് പറയുകയാണ്, മേലാലും മനുഷ്യർ കേൾക്കുമല്ലോ. മേലാലും പെന്തിക്കോസുകാരാണ് കേൾക്കാനുള്ളത്. ദൈവമേ, ഒരു പല്ല് കടിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ പണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അനുഗ്രഹമൊക്കെ തടയുവാന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയേനെ, ഇങ്ങനെ കിട്ടിയേനെ, അത് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യാമോഹിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിന് ഞാൻ പണ്ടൊരു ഉദാഹരണം, നമ്മുടെ മെസ്സേജിലേക്ക് കയറണം കേട്ടോ, പക്ഷേ നല്ലൊരു ഉദാഹരണം വന്നതുകൊണ്ട് കളയാൻ എനിക്കൊട്ട് തോന്നുന്നുമില്ല, ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ വിശേഷിച്ച് നമ്മുടെ സഹോദരി വർഗത്തിനാണ് കുറച്ച് ഒരു വിഷമം ഉണ്ടാകുന്നത്. അവർക്ക് വലിയ വിഷമം ഉണ്ടാകും. മറ്റേ പുള്ളികൾക്ക് അത്രയും വലിയ വിഷമമൊന്നും ഉണ്ടാകില്ല, എന്നാലും ഉണ്ടാകുന്ന പുള്ളികളും ഉണ്ട്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാവോ? മറ്റേ പാസ്റ്ററൊക്കെ വഴി വെട്ടുന്നവരാണ്. അവരുടെ കയ്യിൽ JCB ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പാത്രയുടെ കയ്യിലാകെ കൂന്താലി മാത്രമേ ഉള്ളൂ. കൂന്താലിയും മമ്മട്ടിയും മാത്രമൊക്കെ ഉള്ളൂ. ഇങ്ങനെ എത്രയോ കാലമായിട്ടിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെയല്ല മറ്റവർ, മാക്സിമം ഒരു വീതിയിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് റോഡ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പോലെയല്ല, ഇപ്പോൾ എല്ലാ നിലയിലും ഒരു മെച്ചമുണ്ട്, ഒരു പുരോഗതിയുണ്ട്. മെക്കാഡൻ ടാറിങ്ങാണ് ആ റോഡിൽ ചെയ്യുന്നത്. അങ്ങനെയുടെ റോഡിൽ ടാറ് പോലും ഇല്ല, ചുമ്മാ മെറ്റൽ പോലും ഇട്ടിട്ടില്ല. അതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നു, അതായത് ഈ ലോകത്തിലെ സെലിബ്രിറ്റികളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ലോകത്തിലെ സെലിബ്രിറ്റികൾ അവർ മാക്സിമം അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. മാക്സിമം കോടാനുകോടിയുണ്ട് അവർക്ക്. ഇപ്പോൾ അമേരിക്കയിലൊക്കെയുള്ള ഇപ്പോൾ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഫിലിം വേൾഡിലുള്ളവർ മാത്രമല്ല, ഈ സ്പോർട്സ് വേൾഡിലുള്ളവരൊക്കെ എത്രയോ മിലിനേഴ്സാണെന്നറിയാവോ. അവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ബേസ്ബോളിൻ്റെ ആൾക്കാർ, ബാസ്ക്കറ്റ് ബോളിൻ്റെ ആൾക്കാർ, അതിൻ്റെയൊക്കെ ടോപ്പിലുള്ള പുള്ളികളുടെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. എനിക്കത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര കോടാനുകൂടിയ സ്വന്തം ജെറ്റ് പ്ലെയിന്, സ്വന്തം എയറോഡ്രോം വീടിൻ്റെ മുമ്പിൽ, അതൊക്കെയുള്ള ആൾക്കാരാണ് അവിടെ, അങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ. പിന്നെ സ്പെയിനിലേക്കും ഫ്രാൻസിലേക്കൊക്കെ വന്ന ഫുട്ബോളേഴ്സ്, അവരൊക്കെ എത്രയോ വലിയ കോടീശ്വരന്മാരാണ്. പിന്നെ ഈ കലാലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് അടിച്ചു വിടുകയാണ് നമ്മൾ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ്. അവർ മാക്സിമം എൻജോയ് ചെയ്യുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ പതിയെ വെള്ളം ഇറക്കുന്നത്. വലിയ ബിസിനസ്സുകാർ, പിന്നെ അംബാനിയുടെ ഭാര്യ ഇന്ന് രാവിലെ ഉടുക്കുന്നതല്ല ഉച്ചയ്ക്ക് ഉടുക്കുന്നത്, വഴിയിൽ വെച്ച് തന്നെ പുള്ളിക്കാരി വേറെ സാരി ഉടുക്കും. അപ്പോൾ അതിനൊക്കെ സാധിക്കുമെന്നേ. അവർക്ക് സ്വന്തമായിട്ട് റെയ്മണ്ട്സൊക്കെ അവരുടെ തന്നെ കമ്പനിയാണ്. സാരി അവരുണ്ടാക്കുകയല്ലേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി കൊടുക്കാൻ മേലേ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കണ കണ്ടിട്ട് ആന വാവളിക്കുന്നാണ്ട് അണ്ണാരക്കണ്ണ വാവളിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ളവരാണ്, നമ്മളങ്ങനെയുള്ളവരല്ലല്ലോ. പറഞ്ഞു വരുന്നത് എന്താ? അപ്പോൾ ഈ സെലിബ്രിറ്റികളും അല്ലെങ്കിൽ ഇവിടുത്തെ ധനവാന്മാരും അവരോട് ഉന്നതഭാവം കൂടരുന്നൊക്കെയാണ് പത്രോസ് പറയുന്നത്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം. യെസ്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമല്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി. അതായത് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. ഈ ലോകത്തിലെ ധനവാന്മാരുടെ കാര്യത്തിലൊന്നും ഒരു നിശ്ചയമൊന്നുമില്ല. പക്ഷെ നമുക്ക് നിശ്ചയമില്ലാത്ത ധനമല്ല കരുതി വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാനോ അതുപോലെ ആയിത്തീരാനോ അവരിലൊരുവനായിത്തീരാനോ ഇതൊന്നുമല്ല വിശുദ്ധന്മാർ ആഗ്രഹിക്കേണ്ടത്. അവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ പണ്ട് കേട്ടവരല്ല ഇപ്പോൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുക. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ സെൻട്രൽ ജയിലിലൊക്കെ പലതരം കുറ്റവാളികൾ കിടപ്പുണ്ട്. പലതരം കുറ്റവാളികൾ, ജീവപര്യന്തക്കാർ കിടപ്പുണ്ട്, 1 മാസക്കാർ കിടപ്പുണ്ട്, 2 വർഷക്കാർ കിടപ്പുണ്ട്, അങ്ങനെ പലതരക്കാർ അവിടെ കിടപ്പുണ്ട്. അതേസമയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളും അവിടെയുണ്ട്. അവർ കിടക്കുന്ന കണ്ടംപ്റ്റ് സെല്ലിലാണ്. അതിന് പോലീസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം എന്ന് പറയും. കണ്ടംപ്റ്റ് സെല്ലിലാണ് കിടക്കുന്നത്. അവരുടെ ആ വധശിക്ഷയ്ക്ക് ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് ഒത്തിരി നിയമ നടപടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ദയാഹർജിയൊക്കെ പോകും. ഇന്ത്യയുടെ പ്രസിഡൻറ്റ് ദയാഹർജി നോക്കും. അത് അനുവദിക്കാവുന്നതാണെങ്കിൽ അനുവദിക്കും, അല്ലെങ്കിൽ അത് തള്ളിക്കളയും. അങ്ങനെ എന്തായാലും അത് അങ്ങനെ തള്ളിക്കളഞ്ഞെന്ന് അങ്ങ് വിചാരിച്ചോ. ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അയാളുടെ മരണ വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ
പിറ്റേ ദിവസം അയാളെ തൂക്കിക്കൊല്ലുകയാണ്. പ്രഭാതത്തിൽ 5-5:30 മണിക്കാണത് ചെയ്യുന്നത്. 5 ആണോ 5:30 ആണോ ആ സമയത്താണ് തൂക്കിക്കൊല്ലുന്നത്. അതേസമയം തലേ ദിവസം ആ വ്യക്തിക്ക് റോയൽ ട്രീറ്റ്മെൻറ്റാണ്, മനസ്സിലാക്കണം. അതേസമയം തലേ ദിവസം ഈ തൂക്കിക്കൊല്ലാനിരിക്കുന്നവൻ അവൻ അജ്മൽ കസബാണെങ്കിൽ പോലും, നമ്മുടെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന കസബാണെങ്കിൽ പോലും അവനോട് ചോദിക്കും, പ്രിയ മകനെ നിനക്ക് എന്തെന്തെല്ലാം കാര്യങ്ങൾ സാധിപ്പിച്ചു തരാനുണ്ടെന്ന് ചോദിക്കും. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയണം ഹൈദരാബാദ് ദം ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചുകൊണ്ടേ കൊടുക്കും. പിന്നെ ഇന്ന് ഇച്ചിരി നേരം കോട്ട് സൂട്ട് ഇട്ട് നിൽക്കണം, ഒരു ഫോട്ടോയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ യെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാം സാധിപ്പിച്ചു കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് മജിസ്ട്രേറ്റ് വരും. മജിസ്ട്രേറ്റ് വന്നിട്ട് കാര്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് ഒരു കറുത്ത തുണിയിട്ട് അവൻ്റെ തലയൊക്കെ മൂടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ അങ്ങ് പൂർത്തീകരിക്കും. ലിവറങ്ങ് വലിക്കും. അപ്പോൾ തലേദിവസം കോട്ട് ഇടണമെന്ന് പറഞ്ഞപ്പോൾ കോട്ടിട്ടു, സൂട്ട് ഇടണമെന്ന് പറഞ്ഞപ്പോൾ സൂട്ടിട്ടു, പിന്നെ എന്നാ ബിരിയാണി തിന്നണമെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി തിന്നു, ഷാർജ ഷെയ്ക്ക് കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുടിപ്പിച്ചു, ചോദിച്ചതെല്ലാം കൊടുത്തു. പിറ്റേ ദിവസം ഇതാണ്. അപ്പോൾ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിലെ ധനവാന്മാർ, സെലിബ്രിറ്റികൾ, പ്രശസ്തർ, കേമന്മാരുടെ മേൽ കേമന്മാർ, ഇവരെല്ലാം ലോകത്തെ ആസ്വദിക്കുകയാണ്. നാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനുള്ള ആളുകളാണ്. അവർ അടിച്ചു പൊളിക്കുന്ന കണ്ടിട്ട് എൻ്റെ മോനെ നീയും അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്, നീ എന്നെ പെന്തിക്കോസാ, നിന്റെ പാസ്റ്റർ ആരാ, ആ പുള്ളി ഒന്ന് കണ്ടാൽ ഒന്ന് പറയണം കേട്ടോ, ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് പറയണം. നാളെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുകമാരെ ഈ പുള്ളികളെയല്ല. അവരിന്ന് ഫെരാരിയിൽ വരുന്ന കണ്ടിട്ട് നീ ഇങ്ങനെ ഇരുന്ന് കുരയ്ക്കേണ്ട ആവശ്യമില്ല. അവൻ ഫെരാരിയിലും എന്തിലും വരട്ടെ, അവനവിടെ മണിമാളിക വെക്കട്ടെ, 13,000 സ്ക്വയർ ഫീറ്റിൻ്റെ വേണേൽ വെച്ചോട്ടെ, നോ പ്രോബ്ലം, എന്നാ വേണേലും ചെയ്യട്ടെ. നമ്മെ സംബന്ധിച്ച് ചില വാക്യങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ, പിന്നെ എന്നാ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതിരിക്കണം. അങ്ങനെ 100 കണക്കിന് വാക്യങ്ങൾ അനാവശ്യമായിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നതാണെന്നൊക്കെ താങ്കളെ ആരാ പഠിപ്പിച്ചത്? ഈ വാക്യങ്ങളൊക്കെ ഇതിനകത്ത് അനാവശ്യമായിട്ട് ചേർത്തതെന്ന് ആരാ പറഞ്ഞത്? പേപ്പർ ബാക്കി വന്നുകൊണ്ട് എഴുതി ചേർത്താണോ? അങ്ങനെ എഴുതി വന്നപ്പോഴേ കുറച്ച് സ്ഥലം ഗ്യാപ്പുണ്ട്, എന്നാൽ ഇരിക്കട്ടെ ഒരു വാക്യം, അങ്ങനെ ചെയ്തതാണോ? അങ്ങനെയൊന്നും ചെയ്തതല്ല. ആരും കോപിച്ചേക്കരുത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇതെല്ലാം സൂചനകളാണ് തരുന്നത്, സൂചനകൾ. ഓക്കെ, പറഞ്ഞു വന്നതിൻ്റെ സാരം എന്നാ, ഈ പറയപ്പെട്ട ആളുകൾ, ഈ ഭൂമിയിലെ ഈ പ്രശസ്തരും കേമന്മാരുമായ ആളുകളൊക്കെ അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തെ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യം മനസ്സിലാക്കുക, നാളെ പ്രഭാതത്തിൽ പരിപാടി എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം നാളെ പ്രഭാതത്തിൽ എക്സിക്യൂഷൻ നടക്കും. അതേസമയം നമ്മുടെ കാര്യം അങ്ങനെയാണോ? നമ്മൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവരല്ല. ലഭിക്കപ്പെട്ട ആയുസ് ദൈവഹിതം മനസ്സിലാക്കി, അതാണ് ഞാൻ ഊന്നുന്നത് അവിടെയാണ്. നിങ്ങൾ നോക്കുക, പല വഴിക്കുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവസാനം വരുന്ന കണ്ടോ, നമ്മൾ ദൈവഹിതം അറിയാൻ വിളിക്കപ്പെട്ടവരാണ്, പ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. വചനം നമ്മുടെ കാലിന് ദീപമായി പ്രകാശിക്കണം. ദൈവത്തിൻ്റെ വചനം ദീപമായി പ്രകാശിക്കണം. അങ്ങനെ നമുക്ക് പാത തുറന്ന് കിട്ടണം. ആ പാതയിലൂടെയാണ് മുൻപോട്ട് പോകേണ്ടത്. അങ്ങനെ ആ പാതയിലൂടെ മുൻപോട്ട് പോയി നാം ലക്ഷ്യത്തിലെത്തേണ്ടവരാണ്. ആ പാതയെക്കുറിച്ചൊക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ആ പാതയിലൂടെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ആ പാതയിലൂടെ പോകുന്നവന് ഒടുക്കം ഞാനിരിക്കുന്നിടത്ത് ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പിതാവ് അവനെ മാനിക്കുമെന്ന് അല്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് വായിച്ചോ, യോഹന്നാൻ 12-ാം അധ്യായത്തിൽ അല്ലേ? അത് വായിക്കാം. യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എന്താ സഹോദരങ്ങളെ വായിച്ചത്? വളരെ മനോഹരമായൊരു വാക്യം, ഭയപ്പാട് തരുന്നൊരു വാക്യം തന്നെയാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ വഴിയിലൂടെ തന്നെ എന്നെ അനുഗമിക്കുന്ന കാര്യമാണ് പറയുന്നത്. പത്രോസ് അതിനെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്. കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരണമെന്ന്. അതായത് തൻ്റെ ഫുഡ് സ്റ്റെപ്സ്, താൻ നടന്നു പോയൊരു വഴിയുണ്ട്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ വഴിയുടെ പ്രത്യേകത. അത് കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയാണ്.
താൻ നടന്നു പോയ പാത എന്ന് പറയുന്ന കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ പാതയാണ്. അങ്ങനെ ആ പാതയിലൂടെ പോകുമ്പോൾ രക്തം കിനിഞ്ഞിട്ടുണ്ടാകും അവിടെ. ആ പാതയുടെ പ്രത്യേകത അതാണ്. ആ പാതയിലൂടെ തൻ്റെ അപ്പസ്തലന്മാർ പിന്നീട് നടന്നിട്ടുണ്ട്. ആ പാത ഇന്ന് അങ്ങനെ സുലഭമായി നടക്കാൻ പാകത്തിന് നമ്മുടെ കൺവട്ടത്ത് കിട്ടില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ചില സ്ഥലത്ത് ചില റോഡൊക്കെ ഇങ്ങനെ കാട് കയറിപ്പോയി പിന്നീട് അത് കണ്ടുപിടിച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആ പാതയിലൂടെ ഇന്ന് അധികം പേരൊന്നും നടക്കുന്നില്ല. ആ പാതയിലൂടെ നടന്നിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ഈ കാര്യമൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. അല്ലാതെ ഇതൊന്നും പ്രസംഗിച്ചാൽ ആരുടെ അകത്തേക്ക് കയറില്ല. അപ്പോൾ ആ പാതയിലൂടെ നടക്കണം. കർത്താവ് നടന്ന പാതയിലൂടെ, ആ പാതയിലൂടെ നടക്കുമ്പോഴാണ് കർത്താവ് ഇതേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, ഈ പാതയിലൂടെ നടക്കുന്നവർ കേട്ടുകൊള്ളുക, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്തിനാ കഷ്ടങ്ങൾ അനുവദിക്കുന്നത്? നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയാണ്. നാം ആ പിതാവിൻ്റെ ഹിതങ്ങൾ മനസ്സിലാക്കാനും പിതാവിനെ പ്രസാദിപ്പിക്കുന്നവരായി മാറുവാനും ഒക്കെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ഇവിടെ മനോഹരമായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. അത് നിന്ന് പറയേണ്ടതാണ്. ഞാനതൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ വേഗം പുറത്തേക്ക് വന്നുകൊള്ളാം. അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഈ പാതയിലൂടെ നടന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിതാവ് എന്ത് ചെയ്യും? പിതാവ് മാനിക്കും. അതൊരു ഗൗരവമായ വാക്യമാണ്. ഈ പാതയിലൂടെ നടന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെന്ന് പറഞ്ഞാൽ തൻ്റെ സഭയാം ശരീരത്തെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് മാനിക്കുമെന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത്. തൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങളിലെല്ലാം ഉത്സുകരായി സമർപ്പിതരായി ഇരിക്കുന്നവരെയൊക്കെ കർത്താവ് അല്ലെങ്കിൽ പിതാവ് മാനിക്കും. അവരെയെല്ലാം പിതാവ് മാനിക്കും. ഇപ്പം ഇവിടെ നമ്മൾ മാനം വേറെ രീതിയിലൊക്കെ ചോദിച്ചാൽ കിട്ടാൻ പാടാ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ നടന്നിട്ട് മാനിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ മാനിക്കാനിരിക്കുന്നത്? മാനിക്കും. ഇതാണ് മെത്തേഡ്. പുത്രൻ നടന്ന വഴിയിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പിതാവ് നമ്മെ മാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞെന്താ? പിതാവ് പ്രസാദിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. തൻ്റെ പരസ്യ ജീവിതവും തൻ്റെ രഹസ്യ ജീവിതവും 30 വർഷക്കാലവും പിന്നീടുള്ള 3.5 വർഷക്കാലവും അത് രണ്ടും ചേർത്ത് വെച്ചാൽ പറഞ്ഞത് പിതാവ് പ്രസാദിച്ച ജീവിതമെന്ന്. ഇപ്പം ഇവിടെ നമ്മൾ കണ്ടത് എന്താ? ഇവിടെ പ്രശംസ. പുത്രൻ നടന്ന വഴിയിലൂടെ പുത്രൻ്റെ ഹിതം മനസ്സിലാക്കി അങ്ങനെ പോകുന്ന ആളുകളെയാണ് പിതാവ് മാനിക്കുന്നത്. പിതാവ് മാനിക്കാൻ ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ചുമലിലേക്ക് നോക്കുമ്പോൾ ക്രൂശ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ക്രൂശൊന്നും ഇല്ലെങ്കിൽ അവനെ ആരാ മാനിക്കുന്നത്? അനുദിനം ക്രൂശ് എടുക്കുന്നവനെ പിതാവ് മാനിക്കുന്ന ഈ വാക്യം അങ്ങനെ എവിടെ എഴുതിയിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കണം. അവിടെ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ വേറെ ഭാഗങ്ങളും കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കുന്നവനെ പിതാവ് മാനിക്കുമെന്നാ. അപ്പോൾ ചുമ്മാ പെന്തിക്കോസുകാരനെ മാനിക്കില്ലേ? ചുമ്മാ ലെഫ്റ്റ് റൈറ്റ് ഒന്നും അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും നടന്നാൽ ഈ പറയുന്ന മാനമൊന്നും കിട്ടില്ല. പിന്നെ കിട്ടും. ഈ പറഞ്ഞ പോലെ മന്ന അവർക്ക് പൊഴിഞ്ഞില്ലേ? ഇസ്രായേൽ കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോഴും മന്ന പൊഴിഞ്ഞു. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ കേൾക്കും, പ്രാർത്ഥനയ്ക്ക് ചില മറുപടികളൊക്കെ തരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, അതെല്ലാം ഓക്കെ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞെന്താ, സെലിബ്രിറ്റികളുടെയൊക്കെ കാര്യമാണല്ലോ. അവർ ഈ ലോകത്തിൽ ആസ്വാദികരമായി ജീവിക്കുന്നു. മരണത്തെക്കുറിച്ചൊരു ചിന്തയില്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു ചിന്തയില്ല, ഒരു ന്യായവിധി തങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യമൊന്നും അവരാരും ചിന്തിക്കുന്നില്ല. അവർ ആവോളം തങ്ങൾക്ക് ആസ്വാദികരമായ രീതിയിൽ ഈ ലോകത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് മരുഭൂമിയിലെ ഇസ്രായേലിൻ്റെ ലൈഫ്. അതിനൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം. ഇപ്പം 106 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യമാണ് വായിക്കേണ്ടത്. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. സെലിബ്രിറ്റികളൊക്കെ ഈ ലോകത്തെ ആസ്വദിച്ച് അനുഭവിച്ച് ശീതളിമയിൽ എല്ലാ നിലയിലും അതിൻ്റെ ഒരു സുഖമൊക്കെ അനുഭവിച്ച് അവരങ്ങ് പോകുന്നു. നാളെ നേരം വെളുത്ത് 5:30 മണിക്ക് പരിപാടി തീരും. അതാണ് അവരുടെ അവസ്ഥ. ഇവിടെ ഇസ്രായേലിൻ്റെ ആ ഒരു പഴയ ചരിത്രം നമ്മൾ മരുഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു മിനി പതിപ്പ് പോലെയാണ്. എന്താ കണ്ടത്? അവർ അപേക്ഷിച്ചത്, അതായത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കോ, അല്ലെങ്കിൽ അവരുടെ പിറുപിറുപ്പോ അല്ലെങ്കിൽ അവരുടെ പദം പറച്ചിലോ എല്ലാം കൂട്ടി വെച്ചിട്ടങ്ങ് പറഞ്ഞോ, അവർ അപേക്ഷിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അവർ പലതും അപേക്ഷിച്ചല്ലോ. അവർ ഇറച്ചി ചോദിച്ചു. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളിൽ ചാരി ഇരുന്നാണ് തിന്നോണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഇറച്ചിയുടെ മണം പോലും അടിക്കാനില്ല, ഇറച്ചി ചാറ് പോലുമില്ല.
അപ്പോൾ ഇതൊരു ശരിയായ രീതിയല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാടേനെ പറപ്പിച്ചല്ലേ വിട്ടത്. കാടേനെ പറപ്പിച്ച് വിട്ടു, കാടയെല്ലാം പറന്നു നിന്നു. പിന്നെ കാടേനെ പിടിച്ചു, കാടേനെ ശരിയാക്കി, അതിനെ അങ്ങനെ ചിക്കി അങ്ങനെ അട്ടിയായിട്ട് വെക്കുകയാണ്. കണ്ടമാനം കാട പിടിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, കുറച്ച് കാട പിടിച്ചവരും കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ മിടുക്കന്മാരെല്ലാം കൂടുതൽ കാടേനെ ഇങ്ങനെ അടുക്കി വെച്ചു. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ, മിടുക്കന്മാർ കൂടുതൽ കാടയെ പിടിക്കും. പക്ഷെ ഒടുക്ക എന്താ സംഭവിച്ചത്? വലിയ വിലാപമാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത്. കാടയിറച്ചിയൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഏമ്പക്കം വിടുന്നൊരു സ്വരമാണ് സാധാരണ കേൾക്കേണ്ടത്, അല്ലേ? പല്ലിനിടയൊക്കെ കുത്തി കഴിഞ്ഞിട്ടൊരു ഏമ്പക്കമൊക്കെ വരും. ഏമ്പക്കമല്ല പിന്നീട് നമ്മൾ കേട്ടത്, വിലാപസ്വരമാണ്. എത്രയായിരം പട്ടുപോയെന്നറിയാവോ? അതാണ് ഇപ്പോൾ വായിച്ചത്. ഇവിടെ വായിച്ചത് എന്താ? എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അവിടെ ഒരു എങ്കിലും ഉണ്ട്. ചോദിച്ചത് കൊടുത്തു, എങ്കിലും. ഈ എങ്കിലും പിന്നെ നമ്മൾ എവിടെയാണ് കാണുന്നതെന്ന് അറിയാവോ? 1 കൊരിന്ത്യർ 10:5 കാണുന്നത്. 1 കൊരിന്ത്യർ 10:5 ഒന്ന് തുറന്നു നോക്കി. ഈ എങ്കിലും അവിടെ ഉണ്ടോയെന്ന് നോക്കി. ഈ സെയിം കാര്യം അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കി. 1 കൊരിന്ത്യർ 10:5 എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 106 സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ ഒരൊറ്റ ചാട്ടം ചാടുക കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ ഇതേ എങ്കിലും അവിടെയുണ്ട്. ഇതിൻ്റെ ബാലൻസ് അവിടെ കൊണ്ടുപോയി പൂരിപ്പിക്കാം. ഇവിടെ നിന്ന് കട്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല പാസ്റ്റർ, അവർ അപേക്ഷിച്ചത് അവർക്ക് കൊടുത്തു, അത് എന്നതായിരിക്കും? പ്രാണന് ക്ഷയമയച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ TB വന്നു എന്നാണോ എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. TB എന്ന് പറയുന്നൊരു അസുഖമുണ്ടല്ലോ, ക്ഷയം. എന്താ പറയുക അതിന്? ക്ഷയം എന്നല്ലേ പറയുന്നത്? അതെ, ക്ഷയം. ഇങ്ങനെ ചുമച്ച് തുപ്പുന്ന കണ്ടിട്ടില്ലേ? അവരുടെ പ്രാണന് ക്ഷയം അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനം എന്തെല്ലാം കിടക്കുന്നതെന്ന് അറിയാവോ? വ്യാഖ്യാനം ഭയങ്കരമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ പെന്തിക്കോസുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അവരപേക്ഷിച്ചതും കൊടുത്തു, കൂട്ടത്തിൽ ഇച്ചിരി ക്ഷയവും കൊടുത്തു എന്ന് പറയാം. അവിടെയൊക്കെ നമ്മൾ എവിടെയിട്ട് തർക്കിക്കുമെന്ന് പറ. പാസ്റ്റർ അത് ക്ഷയമാണ്, അത് നല്ല മെഡിക്കൽ കോളേജിൽ പോയാൽ ചികിത്സിക്കാമെന്നൊക്കെ പറയും. കാരണം ഇത് പുതിയ കാലമാണ്. ഈ കാലത്തെ ആളുകൾ വചനം വളച്ചൊടിക്കുന്നതിൽ സമർത്ഥരാണ്. പക്ഷേ ആ സാമർഥ്യമൊന്നും ഇവിടെ വിലപ്പോവില്ല കേട്ടോ. അതിൻ്റെ മറുപടി ബാക്കിയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ കിടക്കുന്നത്. അവൻ്റെ പുസ്തകത്തിൽ ഇണവാക്യങ്ങൾ ഇല്ലാതിരിക്കില്ല. ഇണവാക്യങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും തുറന്നു വരുന്നത്. അതുകൊണ്ട് ക്ഷയവും ക്യാൻസറോ പിന്നെ എന്നതാ അല്ലെ വേറൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും ആർക്കും കഴിയില്ല. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന്. മന്ന തിന്നവരുടെയും കാട തിന്നവരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിലല്ലേ പറയുന്നത്? അവരിൽ മിക്കപേരിലും പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. സെലിബ്രിറ്റികളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാൻ വീണ്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ആയുസിൽ മാത്രം പ്രത്യാശയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ഉന്നതമായൊരു വിളിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത്, ഉന്നതമായൊരു വിളി. അപ്പോൾ ആ വിളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ആ പൂരിപ്പിക്കാനുള്ള ഭാഗമുണ്ടല്ലോ, വിളിയും തിരഞ്ഞെടുപ്പും എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സഹോദരി, ആ സഹോദരൻ എഴുതിയ കമൻറ്റ് ഞാൻ ഇടയ്ക്ക് അയച്ചു തന്നായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഒന്ന് വായിക്കാമോ? ഉണ്ടോ കയ്യിൽ? അതെയോ കളഞ്ഞോ? ചിലപ്പോൾ നിങ്ങൾക്കത് വായിക്കുമ്പോൾ ആ സഹോദരൻ മണ്ടത്തരമാണല്ലോ പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നും. അത് സാരമില്ല, അദ്ദേഹത്തിൻ്റെ ബോധ്യം അദ്ദേഹം പറഞ്ഞു. നമ്മൾ അതിനോട് യോജിക്കുകയോ അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വേഗം ചില കാര്യങ്ങൾ പറയുകയാണ്. വിളിയും തിരഞ്ഞെടുപ്പും അല്ലേ? ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞു നോക്കിയാൽ എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യവും പൂർവ്വ ചരിത്രങ്ങളും വീണുപോയവരുടെ ചരിത്രവും ഒക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് ലോകത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചു. ഇതെല്ലാം വെച്ചിട്ടാണ് പറഞ്ഞു പോയത്. എന്നിട്ടാണ് പറയുന്നത് നമ്മൾ ആ വിളിയോടുള്ള ബന്ധത്തിൽ വിളിയും തിരഞ്ഞെടുപ്പുമാണ് നമ്മൾ പറഞ്ഞത്. അതിനെയാണ് അവർ അംഗീകരിക്കാതെ പോയത്, വിളിയും തിരഞ്ഞെടുപ്പും. അപ്പം നമ്മൾ പറഞ്ഞ എന്താ? ലോകത്തിലുള്ള സകല മനുഷ്യരെയും വിളിക്കുന്നു എന്നുള്ളതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1 മുതൽ 22 ഫസ്റ്റ് ചാപ്റ്റർ 2 to 6 വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ ഈ ഭൂമിയെയും ആകാശത്തെ നശിപ്പിച്ചു, പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിക്കുമെന്നും അതിൽ നിത്യമായി വസിക്കാനായി ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന മനുഷ്യരിൽ നിന്ന് കുറച്ച് മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവർക്ക് നിത്യമായ ജീവിതം കൊടുക്കുമെന്നും മുൻ തീരുമാനം എടുത്തിരുന്നു എന്നും, അങ്ങനെ ജനിക്കുന്നതിന് മുൻപ് തന്നെ, ലോകത്തെ പോലും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നിത്യതയിൽ വസിക്കുവാനുള്ളവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സൃഷ്ടി നടന്നത് തന്നെ. എഫേഷ്യൻസ് 1:2 to 6, വെളിപ്പാട് 13:8-17, അതല്ല
അനേക തെളിവ് വചനങ്ങളുണ്ട്. ഇങ്ങനെ പേര് എഴുതിയിട്ടുള്ള മനുഷ്യർ ലോകത്തിന് തന്നെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർന്നു വരുന്നു. ഇവരാണ് കാണാതെ പോയ ദൈവത്തിന്റെ ആടുകൾ. ഇവരെ കണ്ടുപിടിക്കുക എന്ന മിഷനുമായിട്ടാണ് യേശു വന്നത്. അത് അത്രയും വിശാലമായിട്ട് വായിച്ചാലൊന്നും പെട്ടെന്ന് ആർക്ക് കേട്ടാൽ മനസ്സിലാകില്ല. അതിങ്ങനെ ഓരോരോ ഭാഗങ്ങൾ വായിച്ചെങ്കിലേ മനസ്സിലാകുള്ളൂ. അദ്ദേഹം പറഞ്ഞു വരുന്നത്, അതായത് ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമി നശിച്ചു പോകുന്നതും മനുഷ്യൻ്റെ സൃഷ്ടിപ്പും വീഴ്ചയും അനുബന്ധ കാര്യങ്ങളെല്ലാം മുന്നമേ കണ്ടു. അതിനൊന്നും തർക്കമില്ല, നമുക്കാർക്കും തർക്കമില്ല. ദൈവം എല്ലാം അറിയുന്നവനാണ്, ആരംഭം അവസാനമൊക്കെ ഒരുപോലെ അറിയുന്നവനാണ്. ദൈവം എല്ലാം അറിയുന്നു, അല്ലേ? അങ്ങനെ ചിന്തിക്കാം. ദൈവം എല്ലാം അറിയുന്നു, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. അതേസമയം അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യം നമുക്ക് യോജിക്കാൻ കഴിയാത്തത്, അതായത് ഒരു കൂട്ടം ആളുകളെ ദൈവം മുന്നമേ കണ്ടു, അവരെ മുന്നറിഞ്ഞു, അവരെ മുൻ നിയമിച്ചു, അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ള ആളുകളെക്കുറിച്ച് ദൈവത്തിന് ഒരു കൺസേണും ഇല്ല, യാതൊരു കൺസേണും ഇല്ല. അപ്പോൾ ഈ കാര്യത്തിനാണ് ഈ കാൽവിനിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ദൈവം ഒരു കൂട്ടം ആളുകളെ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അതിന് ഉപോത്ബലകമായ നിലയിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ മഹാമണ്ഡത്തരമാണെന്നാണ് പുള്ളി സ്ഥാപിക്കുന്നത്, പുള്ളി പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒടുവിലേക്കൊക്കെ വരുമ്പോൾ ഞാനത് എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. എനിക്ക് ഇപ്പോൾ പറഞ്ഞത് എല്ലാം ഒന്നും ഞാനും ഓർക്കുന്നില്ല. ഞാൻ ഒരു രത്നച്ചുരുക്കമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾ അദ്ദേഹം തുടക്കത്തിൽ പറയുന്ന എഫേസ്യ ലേഖനത്തിലെ കാര്യമാണ്. 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അതായത് യേശുക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം നമ്മെ ക്രിസ്തുയേശുവിൽ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഇതെന്നാ സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്? അദ്ദേഹമല്ല, വാക്യം പറയുന്നത് എങ്ങനെയാ? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പം ലോകസ്ഥാപനത്തിന് മുമ്പ് വലിയവനായ ദൈവം ഒരു കൂട്ടം ആൾക്കാരെ തിരഞ്ഞെടുത്തു, ബാക്കിയുള്ളവരെ തിരഞ്ഞെടുത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന നമ്മുടെ ആ വാദത്തെ അദ്ദേഹം നുള്ളുകയാണ്. തുടക്കത്തിലെ ആ വാദഗതിയെ പുള്ളി തകർത്ത് കളയുകയാണ്. അങ്ങനെ ഒരു കാര്യമില്ല. ദൈവം എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ ഭൂമി, അതായത് ഈ നിലവിലുള്ള ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ശേഷം വരേണ്ട പുതിയ ഭൂമിയെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ, പുതിയ ഭൂമി എന്ന്. ഇപ്പോഴത്തെ ഭൂമി മാറിപ്പോയി, പുതിയ ഭൂമിയും പുതിയ ആകാശവും വരുമെന്ന്. അതൊക്കെ ദൈവം നേരത്തെ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ആ പുതിയ ഭൂമിയിൽ ആരെല്ലാം പാർക്കണമെന്നുള്ളതും ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ മുൻനിർണയമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ആ വാദഗതി, അങ്ങനത്തെ ആ ആശയം വേദപുസ്തകത്തിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന കാര്യമാണോ? ഞാനത് മനസ്സിലാക്കിയിടത്തോളം അത് ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല. ഈ കാര്യങ്ങൾ പറയുന്ന കുറേ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ പരാമർശിച്ചത്. ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു വിശദീകരണം, അധിക സമയമില്ല നമ്മുടെ മുമ്പിൽ, ഓടിച്ചു പറഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. ഓടിച്ചു പറഞ്ഞ് നിർത്താം. അതായത് ഞാൻ ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവിക നിർണയങ്ങൾ നിത്യവും മാറ്റമില്ലാത്തവയും വിശുദ്ധവും വിവേകപൂർണവും പരമവുമാണ്. ദൈവത്തിൻ്റെ നിർണയങ്ങളെ ഒന്നും നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ചിലരെ തിരഞ്ഞെടുത്തു, ചിലരെ മുൻനിയമിച്ചു എന്ന് പറയുന്ന കാര്യത്തിന് വിപരീതമായ വാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അതാണ് വിശദമാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തെറ്റായ ആശയമാണ്. അതേസമയം വചനത്തിൻ്റെ പിൻബലത്തിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ദൈവം സകല മനുഷ്യരെയും വിളിക്കുന്നു എന്നാണ് പറയുന്നത്. സകല മനുഷ്യരെയും വിവിധ നിലകളിലാണ് ദൈവം വിളിക്കുന്നത്. താൻ വിളിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാകും. വിവിധ നിലകളിൽ വിളിക്കുകയാണ് സകല മനുഷ്യരെയും. ഒരാൾ പോലും ഒഴിവാക്കിയിട്ടില്ല. വിളി കേട്ട ആളുകളെല്ലാം പ്രതികരിക്കണമെന്നും എല്ലാവരും ദൈവരാജ്യത്തിൽ വരണമെന്നില്ല. ഒരു കൂട്ടം ആൾക്കാർ അതിനോട് പ്രതികരിക്കും, ഒരു കൂട്ടം ആൾക്കാർ അതിൽ വന്നിട്ടുണ്ട്, കാലാകാലങ്ങളിൽ അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആൾക്കാരെയാണ് നമ്മൾ വിളിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നത്. ആ വിളിക്കപ്പെട്ടവരെല്ലാം ദൈവരാജ്യത്തിൽ വരുന്നു. ദൈവരാജ്യത്തിൽ വന്നവരെയാണ് പണിതൊരുക്കുന്നത്, സജ്ജമാക്കുന്നത്.
അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതിൻ്റെ ചില സൂചനകളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ഒത്തിരി പേര് വന്നെങ്കിൽ ഒരു 300-നെയാണ് യുദ്ധത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ അനേക കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അനേക കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ച് പ്രമാണമനുസരിച്ച് ആ ഒരുക്കത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, ആ പണിയപ്പെടലിന് വിധേയമാകണമെന്ന് ബോധ്യമുള്ളവർ അനുദിനം ക്രൂശെടുക്കും. അവർ അനുദിനം നുകത്തിൻ കീഴിലായിരിക്കും. നുകമേറ്റവരായിരിക്കും അവരങ്ങനെ തന്നെ പോകുന്നവരായിരിക്കും. പക്ഷെ അതേസമയം ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ സഹോദരങ്ങളെ, ദൈവം പല കാര്യങ്ങളും നിർണയിച്ചിട്ടുണ്ട്. തൻ്റെ സ്ഥിര നിർണയത്തിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനൊന്നും ആർക്കും മാറ്റാൻ കഴിയില്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ മാത്രമാണ് നമ്മൾ ഒബ്ജക്ഷൻ പറയുന്നത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവം നിർണയിച്ച കാര്യങ്ങളല്ലേ ചരിത്രത്തിൽ സംഭവിക്കുന്നതൊക്കെ. അപ്പോസ്തലപ്രവൃത്തി 17:26 നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരു മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യരെ ഉളവാക്കിയെന്ന്. അത് ദൈവത്തിൻ്റെ നിർണയത്തിൽപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പോസ്തലപ്രവൃത്തിയിൽ അരയോപക കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നില്ലേ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരു മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യരെയും ദൈവം ഉളവാക്കി. അത് ദൈവം നിർണയിച്ച കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ആ കാര്യങ്ങളൊക്കെ. അതൊക്കെ അടുത്ത അതിലെ ഒബ്ജക്ഷനിലേക്ക് ഞാൻ വരുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു വരുന്നത്, ചിലരെ ദൈവം രക്ഷിക്കുമെന്നും ചിലരെ ആ ശൂന്യാവസ്ഥയിൽ ഉപേക്ഷിച്ച് കളയുമെന്നുമുള്ള ആ ഒരു രീതിയിലാണ് ആ നിർണയത്തെ പറഞ്ഞു വരുന്നത് അല്ലേ? ചിലരെ രക്ഷിക്കും, ചിലരെ ഉപേക്ഷിച്ച് കളയും, അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത് തിരുവെഴുത്തിലെ ഉപദേശത്തിനും ദൈവ സ്നേഹത്തിനും നിരക്കുന്നതല്ല. ഈ പറയുന്ന കാര്യം തിരുവെഴുത്തിൻ്റെ ഉപദേശത്തിനോ ദൈവസ്നേഹത്തിനോ നിരക്കുന്ന കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? കുറേ വാക്യങ്ങളൊന്ന് വായിക്കാനുണ്ട് കേട്ടോ. കുറേ വാക്യങ്ങൾ വേഗം നമുക്ക് ആ വാക്യങ്ങളൊന്ന് വേഗം വായിക്കാം. ഇപ്പം ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. അതായത് അങ്ങനത്തെ ആശയം കുറച്ച് പേരെ രക്ഷിക്കുന്നു, കുറച്ച് പേരെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളത്. ആ ആശയം വിശുദ്ധ തിരുവെഴുത്തിന് നിരക്കുന്നതല്ല. ആ ദൈവസ്നേഹത്തെ ഗ്രഹിക്കാത്തവർക്കേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹത്തെയും അവൻ്റെ നീതിയെയും മനസ്സിലാക്കാത്തവർക്കേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതിന് വായിക്കേണ്ട വാക്യങ്ങൾ എന്ന് പറയുന്നത് തീത്തോസ് 2:11, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11. തീത്തോസ് 2:11, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചെന്ന്. നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ ആ വാക്യം അണ്ടർലൈൻ ചെയ്യുമ്പോൾ അതിനടിയിൽ ആ സകല മനുഷ്യർക്കും എന്നുള്ളതിന് വേറൊരു ഇങ്കിലാണ് അതിന് അണ്ടർലൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുകയാണ്, സകല മനുഷ്യർക്കും. അത് കഴിഞ്ഞിട്ട് 1 തിമോത്തിയോസ് 2:4, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ. പിന്നെ ഈ മുൻനിർണയക്കാരെ ഇതൊന്നും വായിച്ചിട്ടില്ലേ? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും പരിജ്ഞാനപൂർത്തിയിൽ എത്തുവാനും ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ 4-ാം അധ്യായം 9-ാം വാക്യം. 1 തിമോത്തിയോസ് 4:9. അപ്പൊ ഈ പറയുന്ന കാര്യം വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ് അല്ലേ? എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. 1 തിമോത്തിയോസ് തന്നെ 1:15 കൂടെ വായിച്ചേ. 1 തിമോത്തിയോസ് 1:15 വായിച്ചോ? യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനെന്നുള്ള കാര്യമാണ് ആ വാക്യത്തിലൂടെ വായിച്ചത്. അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. കുറച്ച് പേര് മാത്രം അംഗീകരിച്ചാൽ മതിയെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വാക്യങ്ങൾ എഴുതണോ? ഇപ്പം തന്നെ 2-3 വാക്യങ്ങൾ വായിച്ചില്ലേ? 1 യോഹന്നാൻ 2:2, 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 2. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 4-ാം അധ്യായത്തിലും കൂടെ പോകണം. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. യേശുക്രിസ്തുവിന്റെ ബലിമരണം മൂലം സംഭവിച്ച കാര്യമാണ് പറയുന്നത്. സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന് കാരണമാണെന്ന്. ഇനി റോമാലേഖനം 3-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. അവന് പരസ്യമായി നിർത്തിയിരിക്കുന്നു, എല്ലാവരും കാണുക പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ 4:14 കൂടെ വായിച്ചേ. ഈ യോഹന്നാൻ 1 യോഹന്നാൻ 4:14.
പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ടാണ് അയച്ചിരിക്കുന്നത്, അല്ലേ? കുറച്ച് പേരുടെ രക്ഷിതാവായിട്ടാണോ അയച്ചത്? നമ്മൾ പറഞ്ഞ എന്താ? വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും. അതിന് വന്ന ഒബ്ജക്ഷനാണ്. ആ ഒബ്ജക്ഷൻ്റെ മറുപടി ഈ പറയുന്നത്. വലിയ വിശദീകരണമൊന്നുമല്ല, കുറേ വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓടിച്ചു പറഞ്ഞു വിടുന്നു, അത്ര തന്നെ. സഹോദരങ്ങൾ, ആ വാക്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം നോട്ട് ചെയ്യുക. അതുപോലെ 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കും പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ചിലർ വിചാരിക്കും പോലെ തൻ്റെ വരവിന് താമസമൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താ? ആരും നശിച്ചു പോകാതെ. അങ്ങനെയാണെങ്കിൽ ആ പദം അവിടെ ഉപയോഗിക്കണോ? തിരുവെഴുത്ത് കള്ളം പറയുമോ? ആരും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരാളും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഈ എസെക്കിയേൽ 18 1-2 വാക്യങ്ങളുണ്ട്, വായിക്കേണ്ട, ഞാൻ ഓടിച്ചു പറയുക. എസെക്കിയേൽ 18 പോകുമ്പോൾ അവിടെ ആരുടെയും മരണത്തിൽ സൃഷ്ടാവായ ദൈവത്തിന് താല്പര്യമില്ലെന്നേ. ആരും മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഈ വായിച്ച വാക്യങ്ങളിലൂടെ എല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ദൈവം കുറച്ചു പേരെ തിരഞ്ഞെടുത്ത് കുറച്ചു പേരെ തള്ളിക്കളയും എന്നുള്ള അർത്ഥത്തിലാണോ? അത് സംഭവിക്കും, അത് നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ നീതി എന്നുള്ളൊരു വിഷയം ചിന്തിക്കുക. കുറച്ചു പേരെ മാത്രം ദൈവം രക്ഷിക്കുന്നു, ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നില്ല. ദൈവം അവരെ ആകർഷിക്കുന്നില്ല, ദൈവം അവരെ വിളിക്കുന്നില്ല. തൻ്റെ രാജ്യത്തിലേക്ക് അവരെ ആകർഷിക്കണമല്ലോ, അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർ നശിച്ചു പോയാൽ അതിൻ്റെ ഉത്തരവാദി ആരാ? അവരാണോ അതോ ദൈവമാണോ? അപ്പോൾ ഒരു പ്രസിദ്ധനായ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, സ്നാനപ്പെടാത്ത കുട്ടികളെല്ലാം നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വലിയ പ്രസിദ്ധനാണ്. അപ്പം നമ്മൾ അതിനൊരു മറുചോദ്യം ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാൻ തയ്യാറാ? 2-3 മാസമേ ഉള്ളൂ. കൊച്ച അന്നേരം പറഞ്ഞതാ, ഞാൻ സ്നാനപ്പെട്ടേക്കാം, എന്നെ അങ്ങ് പെടുത്തിയരേ എന്ന് പറഞ്ഞതാ. അപ്പോൾ വീട്ടുകാരും സമ്മതിച്ചില്ല. കൊച്ചു പറഞ്ഞൊന്നും ആർക്കും മനസ്സിലായില്ല. അത് വേറൊരു ഭാഷയായിരുന്നു. ആ ഭാഷ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റാതെ പോയി. അമ്മയ്ക്കും പറ്റിയില്ല, അപ്പനും പറ്റിയില്ല. കൊച്ചന്നേ പറഞ്ഞതാ, നരകത്തിൽ പോകും ഞാൻ, അതുകൊണ്ട് എന്നെ മാമോദീസ ഏൽപ്പിച്ചേരെ, സ്നാനപ്പെടുത്തിയേരെന്ന് 1 മാസം പ്രായമുള്ളപ്പോൾ മുതലേ കൊച്ചു പറയുന്നതാണ്. ആർക്കും ഒന്നും മനസ്സിലായില്ല, ആരും ഒട്ട് മാമോദീസ കൊടുത്തുമില്ല. അങ്ങനെ കൊച്ചു മരിച്ചാൽ നരകത്തിൽ പോകുന്ന ഈ പുള്ളിക്കാരൻ പറയുന്നത്. അതിനൊക്കെ എന്നാ മറുപടി പറയുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചിലരൊക്കെ നമ്മുടെ മെസ്സേജിന് അടി വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ മരിക്കുന്ന കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുമെന്നൊക്കെ. എന്നാ ചെയ്യാനാ? കുഞ്ഞിൻ്റെ കാര്യമല്ല, ഈ കമൻറ്റ് എഴുതുന്നവരുടെ കാര്യം ഓർത്തിട്ടാ. എന്നാ ചെയ്യാൻ, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ഓർത്തെന്ന് പറയല്ലാതെ മാർഗമില്ല. ഈ പ്രസംഗത്തിനകത്ത് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പ്രസംഗിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ അവരതൊന്നും കേൾക്കില്ല. അവർ ചുമ്മാ അങ്ങ് വന്ന് എഴുതുകയാണ്. കമൻ്റ് എഴുത്ത് തൊഴിലാളികൾ എന്നുള്ള നിലയിൽ അങ്ങ് എഴുതുകയാണ്. ഒരു കാര്യം കേട്ടിട്ട് അതിൻ്റെ ആസ്വാദനമല്ലേ കമൻറ്റിൽ വരേണ്ടത്? യോജിപ്പും വിയോജിപ്പും വരാം. അതിന് പകരം ഞാൻ ഇന്ന് 2 പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് വരുന്നത് ചിലർ. അങ്ങനെ വന്നിട്ടുള്ള കാര്യമുണ്ട്. ഇതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നേ. കുഞ്ഞ് മരിച്ചാൽ എന്ത് സംഭവിക്കുന്നൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിവേ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. അടുത്തൊരു കാര്യം പറയാനുള്ളത്, രക്ഷയ്ക്കുള്ള ആഹ്വാനം എന്ന നിലയിൽ വരുന്ന കുറേ വാക്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ആ വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ വാദഗതി ആശയം നിലനിൽക്കില്ല. ഇവരുടെ ആശയം നിലനിൽക്കില്ല. ഈ യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്കൊക്കെ അറിയാം. അതേസമയം 3:15 ഒന്ന് വായിച്ചാലോ? യോഹന്നാൻ 3:15 നമ്മൾ വായിക്കുന്നത് എന്താ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അവനിൽ വിശ്വസിക്കുന്ന കുറച്ച് പേർക്ക് നിത്യജീവൻ ഉണ്ടെന്നല്ല വായിച്ചത്, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഇനി 1-ാം അധ്യായത്തിലേക്ക് പോയാലോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തുന്ന. 3:16 വരുമ്പോൾ എന്താ കാണുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ഇങ്ങനെയൊക്കെ വാക്യങ്ങൾ. ഏവനും നശിച്ചു പോകാതെ, അഥവാ ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നാണ് കാണുന്നത്. ലോകത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചെന്ന്. അതേസമയം താൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന മുൻനിർണയിച്ചിട്ടുള്ള ആൾക്കാരെ അങ്ങ് സ്നേഹിച്ചാൽ പോരെ? ബാക്കിയുള്ളവരെല്ലാം തീക്കകത്തേക്ക് പോകാനുള്ളതല്ലേ? പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ തിരുവെഴുത്ത് നമ്മളോട് സംസാരിക്കുന്നത്? തിരുവെഴുത്ത് അതാണോ പറയുന്നത്? വേറെയും 1-2 വാക്യങ്ങളിലേക്ക് വന്നാൽ യോഹന്നാൻ 11:26 അതൊന്ന് വായിച്ചേ. യോഹന്നാൻ 11:26. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ അവിടെ എല്ലാവർക്കും അവസരമാണ് ലഭിക്കുന്നത്. എല്ലാവരെയും വിളിക്കുന്നുണ്ട് ആ വിളിയിലേക്ക്. ഇനി അടുത്ത വാക്യം
അപ്പോസ്തല പ്രവൃത്തി 2:21, 10:43. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, സമയം പോയതുകൊണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:21, 10:43. അതുപോലെ തന്നെ പിന്നെയും ഉണ്ടല്ലോ വാക്യം, കുറേ വാക്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ എടുക്കുന്നില്ല. കുറേ വാക്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. പിന്നെ നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ വായിക്കുന്ന കുറേ വാക്യങ്ങളുണ്ട്. അതിലൊരു വാക്യമാണ് 2 കൊരിന്ത്യർ 5:14. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, അങ്ങനെയല്ലേ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണോ മരിച്ചത്? ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് മരിച്ചത്. എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇപ്പോൾ ഈ വായിച്ച ഈ വാക്യങ്ങളെല്ലാം, എത്രമാത്രം വാക്യങ്ങൾ വായിച്ചു? ഈ വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് എന്താ? ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെയല്ലേ കാണുന്നത്. ഇനി റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യമാണ് വളരെ പ്രസിദ്ധമായ വാക്യം. ആ വാക്യത്തിലേക്കും കൂടി ഒന്ന് വന്നേ, അതുകൂടി ഒന്ന് വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ വാക്യമാണ് ഇവർ സാധാരണ എടുത്തുകൊണ്ട് പറയാറുള്ളത്, ഈ വാക്യം. അപ്പോൾ കുറച്ചുപേരെ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. അവർ മാത്രമാണ് ആ ദൈവിക പദ്ധതിயின் പ്രകാരം പുതിയ ഭൂമിയിലേക്ക് എത്തുകയുള്ളൂ. ബാക്കി എല്ലാവരും കൈവിടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അതിന് മറുപടിയാണ് നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യങ്ങളെല്ലാം. അതിന് മറുപടി ഇനിയും വേറെ ഉണ്ട് കേട്ടോ വാക്യം. ഒരു വാക്യം ഞാൻ മറന്നുപോയത് ഇപ്പോൾ ഓർമ്മ വന്നു. എബ്രായ ലേഖനം 2:9 നമ്മളവിടെ സാധാരണ വായിക്കാറുണ്ട്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനും നാം കാണുന്നു. മതി. എനിക്കതിലെ ഒരു സിംഗിൾ ലൈൻ മതി. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചെന്നുള്ളതാണ് കാണുന്നത്, അല്ലേ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇവർ ഈ പറയുന്ന ഈ വാദഗതികളും ഈ ആശയങ്ങളൊന്നും നിലനിൽക്കില്ല. ഇനി ഞാൻ അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6:44 അങ്ങ് പറഞ്ഞു വിടുകയാണ്. അതാണ് ഞാനൊരു ഒരു സീരിയസ് ആയി കീ വാക്യമായിട്ട് എടുക്കുന്നത്. അവിടെ പറയുന്നത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല, ഒടുക്കത്തുന്ന ആൾ ഞാൻ അവനെ ഉയർപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ മാത്രം ആകർഷിക്കുന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്. അത് ഞാൻ വിളിയുമായിട്ട് ചേർത്ത് വെച്ച് പറഞ്ഞു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുക, ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരെയും പിതാവ് ആകർഷിക്കുന്നുണ്ട്. 10:34-35 അപ്പോസ്തല പ്രവൃത്തി 10:34-35 കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല, അഥവാ ക്രൂശിങ്കൽ വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പിതാവ് സകലരെയും ആകർഷിക്കുകയാണ്. റോമാലേഖനം തന്നെ 3-ാം അധ്യായത്തിലെ വാക്യം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തെ ക്ലിയർ ചെയ്യാനായിട്ട് അതൊന്ന് എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമുക്കറിയാം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. 24-ലേക്ക് വരുമ്പോൾ കാണുന്നത്, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ദൈവം നീതിമാനെന്ന് വായിക്കുകയാണ് അവിടെ. തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്? അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എവിടെയാണ് നിർത്തിയത്? ഗോൽഗോഥ. അത് ഒരു ഹൈവേയുടെ സൈഡിലാണ് ഗോൽഗോഥ മലയിരിക്കുന്നത്. അതിൽ നടന്നു പോകുന്നവരെല്ലാം തലയാട്ടിന്നും കണ്ടെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് അഗ്രിപ്പാവിനോട് പറയുമ്പോൾ പൗലോസ് പറയുന്നൊരു വാക്കില്ലേ, 26:26. വെരി ഗുഡ്, താങ്ക് യു. യെസ്, വായിച്ചേ. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അതൊരു കോണിൽ നടന്നതല്ല. അതായത് സഹോദരങ്ങളെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ബലിമരണം ഭൂതലത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണി നടന്ന കാര്യമൊന്നുമല്ല, ആരും അറിയാത്ത കാര്യമൊന്നും അല്ലെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച, അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കുറച്ച് പേരെ മാത്രം രക്ഷിക്കാനാണെങ്കിൽ പിന്നെ പരസ്യമായിട്ട് നിർത്തണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി.
അവനിൽ വിശ്വസിക്കുന്ന ഏവനെയും നീതീകരിക്കുമെന്നാണ് വായിച്ചത്. അപ്പം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ദൈവം സർവജ്ഞാനിയാണെന്ന്, ആരംഭവും അവസാനവും അറിയുന്നവനാണ്. ഭൂതലത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആരാരെല്ലാം ഈ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു, ഇവ കാര്യങ്ങളൊക്കെ കർത്താവിന് മുന്നമേ അറിയാം. വലിയവനായ ദൈവത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ മനസ്സിലാക്കുക. അല്ലാതെ ദൈവം ചിലരെ നീ രക്ഷിക്കപ്പെട്ടോ, നീ രക്ഷിക്കപ്പെടണ്ട, നീ പെടണ്ട, നീ നരകത്തിൽ പൊക്കോ, അങ്ങനെ സൃഷ്ടാവായ ദൈവം അങ്ങനെ പറയുമോ? അപ്പോൾ ആ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചോ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നമ്മൾ എന്തെന്നാ വാദോരാതെ സംസാരിക്കുന്നത്? അവൻ അത്രമേൽ ഈ ലോകത്തെ സ്നേഹിച്ചെന്ന് 2000 വർഷമായിട്ട് ക്രിസ്തീയ സഭ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിന് യാതൊരു കുറവ് സംഭവിച്ചിട്ടില്ല. ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ മുഴങ്ങിയ പ്രസംഗത്തിൻ്റെ തീമാണ് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ബലിപീഠത്തിൽ കിടക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രൻ, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി, അവനെ കൈവിട്ട് കളഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളില്ലേ, പല കാര്യങ്ങളുണ്ട്. അതല്ലേ എന്തിനു വേണ്ടിയാ? 10 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണോ? തൻ്റെ സൃഷ്ടികളായ സകല മനുഷ്യരും തിരിച്ചറിയാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ. അത് പ്രദർശിപ്പിക്കുകയാണ്. കാൽവറിയിൽ അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അന്നേരമാണ് ഈ സഹോദരങ്ങൾ ഒബ്ജക്ഷൻ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം, പൗലോസിൻ്റെ 1-ാം മിഷൻ യാത്രയിൽ പിസിദ്യ ദേശത്തെ അന്ത്യോക്യയിൽ വന്നു. അവിടുത്തെ ഒരു സിനഗോഗിൽ വന്ന് പ്രസംഗിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു പ്രസംഗം കഴിഞ്ഞു, അടുത്ത ആഴ്ച വീണ്ടും പ്രസംഗിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ യഹൂദന്മാർ വലിയ കലഹമുണ്ടാക്കി, വലിയ കുഴപ്പങ്ങളുണ്ടായി. അങ്ങനെ ആ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, അതായത് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പം ചിലരെ നിത്യജീവനായി നിയമിച്ചു വെച്ചിരിക്കുക എന്നല്ലേ അത് വായിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്? അങ്ങനെയാണ് സഹോദരങ്ങളെ. അവിടെ വലിയ പുരുഷാരത്തോടാണ് പൗലോസ് പ്രസംഗിച്ചത്. സിനഗോഗിലെ പ്രധാനികളൊക്കെയുണ്ട്, എല്ലാ കേമന്മാരും അവിടെയുണ്ട്, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകമൊക്കെ വായിക്കുന്നവരവിടെയുണ്ട്. ഇരമ്യാവിൻ്റെ പുസ്തകം ഒരു സമയം കിട്ടിയാൽ വായിക്കും. എല്ലാവരും അവിടെയുണ്ട്. എല്ലാവരുടെ മുമ്പാകെയാണ് താൻ കാര്യങ്ങൾ സവിസ്തരം പ്രസംഗിച്ചത്, അല്ലേ? ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു, മിസ്രൈം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു, ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാണ് 17-ാം വാക്യത്തിൽ തുടങ്ങുന്നത്. പ്രസംഗം ആരംഭിക്കുക ചരിത്രത്തിൻ്റെ അങ്ങേ കോണിലേക്ക് പോയിട്ടാ. അബ്രഹാമിൽ ഇസഹാക്കിൽ മുതൽ തുടങ്ങിയാണ് പ്രസംഗം. അങ്ങനെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ വിടുവിക്കപ്പെട്ട കാര്യമെല്ലാം പറഞ്ഞ് സവിസ്തരം അത് യേശുക്രിസ്തുവിൽ കൊണ്ടുവന്ന് നാട്ടുകയാണ്, കുറ്റിയടിക്കുകയാണ്. അവിടെ പ്രസംഗം അവിടെ കൊണ്ടുവരികയാണ്, കാര്യങ്ങളെ തെളിയിച്ചു. ഇപ്പം ഇതിൽ പറയുന്നത് പോലെ അല്ലാതെ വിശദീകരണം കൂടുതൽ കാണും, വിശദീകരണമൊക്കെ കാണും, ഗംഭീരമായ വിശദീകരണങ്ങൾ വന്ന് കാണും. എല്ലാം കഴിഞ്ഞ് ഈ ജനം പൗലോസിന് നേരെ ജനത്തെ ഇളക്കി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആ സമയത്താണ് ഇത് വായിക്കുന്നത്: നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. സഹോദരങ്ങളെ, ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത ആളുകൾ അവരുടെ ഉള്ളിൽ നിത്യജീവൻ കടന്നു വരികയാണ്. അവർ നിത്യജീവനായി നിയമിക്കപ്പെടുകയാണ്. അത് ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവത്തിന് അറിയാം. പൗലോസ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതും കലക്കമുണ്ടാകുന്നതും ജനം ഈ പ്രസംഗിച്ച വചനത്തെ തള്ളിക്കളയുന്നതും, എന്നാൽ ഒരു കൂട്ടം ആളുകൾ അത് ഏറ്റെടുക്കുന്നതും, ജാതികളിൽ നിന്ന് വന്ന ജനം അത് സ്വീകരിക്കുന്നതും, ഇതെല്ലാം ദൈവത്തിന് മുന്നമേ അറിയാം. എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലാതെ പെട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നു. ആ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയിൽ ദൈവം കൈകടത്തുന്നില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് കാണുന്നത്. അല്ലെങ്കിൽ ഈ വായിക്കേണ്ടത് എങ്ങനെയാണ്? അവൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചെന്നാണ് വായിക്കേണ്ടത്. അങ്ങനെ ചെയ്യാനുള്ള അധികാരം തമ്പുരാനുണ്ട്. പക്ഷേ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതെന്താ കാണിക്കുന്നത്? ഫ്രീ വിൽ ഇപ്പോഴും ഫ്രീസ് ചെയ്തിട്ടില്ല. തോട്ടത്തിൽ നിന്ന് പുറത്തായെങ്കിലും തോട്ടത്തിൽ വെച്ച് ഫ്രീ വില്ലുണ്ട്. അതാണ് അവർ എക്സസൈസ് ചെയ്തത്, ആദമും ഹവ്വയും. അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും അതുണ്ടല്ലോ. അതല്ലേ കായീനും ഹാബേലും രണ്ടുപേരെ നമ്മൾ കാണുന്നത്. കായീൻ അത് പ്രയോഗിച്ചു, ഹാബേലും പ്രയോഗിച്ചു. ഹാബേൽ എന്ത് ചെയ്തു?
ദൈവഹിതം മനസ്സിലാക്കി. കായീൻ അവൻ്റെ വഴിക്ക് പോയി. പിന്നീട് ചരിത്രത്തിലെല്ലാം നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്. ഇസ്മായിലിനെ ഇസഹാക്കിനെ നിർത്തുമ്പോൾ അങ്ങനെയല്ലേ കാണുന്നത്. യാക്കോബിനെ ഏശാവിനെ നിർത്തുമ്പോൾ അങ്ങനെയല്ലേ കാണുന്നത്. ഓരോരുത്തരും നിർത്തുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവർക്കും അവരുടേതായ സ്വതന്ത്രമായ ഇച്ഛാശക്തി കൊടുത്തിട്ടുണ്ട്. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അവരെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന അറസ്റ്റല്ല, അല്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്ത് എല്ലാത്തിനും ഹെലികോപ്റ്റർ കയറ്റിയിട്ട് ഒറ്റ പോക്കങ്ങ് പോകും ദൂതന്മാർ സ്വർഗത്തിലേക്ക്. അങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ അയക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. തൻ്റെ പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കൈക്കൊള്ളുന്ന ഏവനും ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാം. അവരുടെ പേര് ജീവപുസ്തകത്തിൽ വരും. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. മുന്നറിഞ്ഞ ദൈവം ഇതെല്ലാം മുന്നറിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ദൈവം കുറച്ചുപേരെ സെലക്ട് ചെയ്യുകയല്ല. വേറെ ചില വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് ഇതിൽ കൊണ്ടുവന്ന് ക്ലബ് ചെയ്യരുത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. തിരഞ്ഞെടുക്കുന്നത് തമ്പുരാനാണ്. പക്ഷേ ഇവിടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാവർക്കും അതിനുള്ള അവസരം തരികയാണ്. ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ കേൾക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ചല്ലേ കേൾക്കുന്നത്? കുറച്ച് പേർക്ക് മാത്രമായിട്ടാണോ ഇപ്പോൾ പ്രസംഗിക്കുന്നത്? ഇപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 10 പേര് കേൾക്കുന്നു, ബാക്കി എല്ലാവരുടെയും ചെവി അടഞ്ഞു പോട്ടെ, അങ്ങനെ വല്ലതാണോ? എല്ലാവരും ചെവി തുറന്നിരുന്ന് കേൾക്കുക. അതുപോലെ തന്നെയാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ലെന്നുള്ള കാര്യം. പിതാവ് ആകർഷിച്ച് സകലരെയും തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കൽ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് അവർക്ക് പാപബോധം കൊടുക്കുകയാണ്. അതിന് യോഹന്നാൻ 16 കാണുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന 10-20 പേർക്ക് ബോധം വരുത്തുന്നല്ല ഞാൻ വായിച്ചത്. ഈ ലോകത്തിന് എന്ന് വെച്ചാൽ ലോക മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ജീവിതങ്ങൾക്കെല്ലാം പാപത്തെക്കുറിച്ച് ബോധം കൊടുക്കും. അപ്പോൾ ആ ബോധം ലഭിക്കുമ്പോൾ സറണ്ടർ ചെയ്യുന്നവരുണ്ട്. അവരാണ് ഈ വചനം കേട്ടപ്പോൾ സന്തോഷിച്ചെന്ന് കണ്ടത്. ഇവിടെ പൗലോസ് ക്രൂശാണ് വെളിപ്പെടുത്തിയത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. അവിടെ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചുള്ള സന്ദേശമാണ് വരുന്നത്. ആ സന്ദേശത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്തവർ എന്ന് വെച്ചാൽ സമർപ്പിതരായവർ, അവർ സന്തോഷിച്ചു. അവരുടെ സന്തോഷം യുഗങ്ങൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവായ ദൈവം കണ്ടതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ കുറച്ചുപേരെ മാത്രം തിരഞ്ഞെടുത്ത് കുറച്ചുപേരെ തള്ളിക്കളയുന്ന രീതിയല്ല ബൈബിളിൻ്റെ രീതി. 1-2 കാര്യം കൂടെ ആ കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. അതായത് മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു നിർണയമുണ്ട്. അതിനകത്തൊന്നും ഒരു മാറ്റവുമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ മുന്നമേ തീരുമാനിച്ചതാണ്. അതിൻ്റെ സമയത്ത് നടന്നു. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു. അതായത് പരിശോധനയുണ്ടായി. പരിശോധന ദൈവം അനുവദിച്ചതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ട്. അതെല്ലാം ദൈവം മുന്നമേ അനുവദിച്ച കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ നിർണയത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ പുത്രനെ കൈക്കൊള്ളുക എന്നുള്ളത് അതിൽ നമുക്ക് ഒരു സാവകാശം തന്നിരിക്കുകയാണ്. സുവിശേഷം നമ്മളെ കേൾപ്പിക്കുന്നു. കൈക്കൊള്ളണോ വേണ്ടയോ, തിരഞ്ഞെടുക്കണോ വേണ്ടയോ, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. സകല മനുഷ്യരെയും കണ്ണിൻ്റെ മുമ്പിൽ തുറന്നു തരികയാണ്. ഏകജാതനായ പുത്രനെ, ബലിപീഠത്തിൽ കിടക്കുന്നവനെ, നമുക്ക് പകരക്കാരനായി കിടക്കുന്നവനെ. അവിടെയാണ് പൗലോസ് പറയുന്നത്, ലോകത്തെ നിരപ്പിക്കുവാനുള്ള നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. കുറച്ച് പേരെ നിരപ്പിച്ചാൽ മതിയെങ്കിൽ പിന്നെ അങ്ങനെ പറയണോ? മുഴുലോകത്തെയും നിരപ്പിക്കാനുള്ള നിരപ്പിൻ്റെ വചനം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ലോകത്തോട് പറയുകയാണ്. എൻ്റെ പൊന്നെ, ഇതൊക്കെ വായിക്കാൻ ഇനി സമയമുണ്ടോ? 2 കൊരിന്ത്യർ ലേഖനം 5:20 ഞാൻ ഓടിച്ചു പറഞ്ഞേക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അതിന് തൊട്ട് മുകളിലുണ്ട്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു എന്ന്. ലോകത്തെ നിരപ്പിച്ചു പോരുകയാണ്. മുഴുലോകത്തോടുമുള്ള ദൈവത്തിൻ്റെ കരുതലും തൻ്റെ നീതിയും തൻ്റെ സ്നേഹവും എല്ലാം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ആ സുവിശേഷം കൈക്കൊള്ളാനും ഏറ്റെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം പേരും അത് വിനിയോഗിക്കുന്നില്ല. നമ്മളിൽ കുറച്ച് പോഷന്മാർ അത് വിനിയോഗിച്ചവരാണ്. ലോകക്കാർ നമ്മളെ പോഷന്മാരെന്നാണ് വിളിക്കുന്നത്. നോ പ്രോബ്ലം, ഇനി നാളെയും വിളിച്ചോ അങ്ങനെ. പക്ഷെ നമുക്ക് ആ ബോധ്യം ലഭിച്ചതുകൊണ്ട് നമ്മൾ ആ ഒരു ചുവട് വെച്ചു. തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം നമ്മൾ കൈക്കൊണ്ടു, അഥവാ പുത്രനെ കൈക്കൊണ്ടു.
സുവിശേഷം കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ? പുത്രനെ കൈക്കൊണ്ടു. അതിന് നമ്മെ പ്രാപ്തമാക്കിയതാരാ? പരിശുദ്ധാത്മാവാണ്. അതിലേക്ക് നമ്മളെ ആകർഷിച്ചതാരാ? അതിലേക്ക് നമ്മെ ആകർഷിച്ചതാരാ? പിതാവല്ലേ. ദൈവിക തൃത്വം അവിടെ വർക്ക് ചെയ്യുന്ന കണ്ടോ? അത് കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ സഹോദരങ്ങളെ, വേറെയും കുറേ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പറയാൻ പോയാൽ സമയം പോവും. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുകയാണ്. നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഒരു റിവിഷൻ പോലെ വീണ്ടും ഒരു ആവർത്തനം പോലെ വീണ്ടും പറഞ്ഞു വരികയായിരുന്നു. ആവർത്തനത്തിനകത്ത് കഴിഞ്ഞ ദിവസം പറയാത്ത പല കാര്യങ്ങളും ഒക്കെ കയറി വന്നിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു ദൈവപ്രസാദത്തിൻ്റെ കാര്യങ്ങളും ദൈവത്തെ പ്രസാദിപ്പിച്ച പുത്രനെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു വന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ കൂട്ടി വെച്ചിട്ട് അവരാ പ്രസാദകരമായ ജീവിതത്തിലേക്ക് പോയില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കരുത്, നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സഹോദരൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി എന്നോണം നമ്മൾ ഇത്രമാത്രം വാക്യങ്ങളെല്ലാം വായിച്ച് അവരാ പറഞ്ഞു കൊണ്ടുവരുന്ന ആശയത്തെ നമ്മൾ നഖശികാന്തം എതിർക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആ വാക്യങ്ങളെല്ലാം വായിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, ആ ആശയങ്ങളൊന്നും വിശുദ്ധ ബൈബിളിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നതല്ല, ദൈവസ്നേഹത്തെ മറിച്ചു കളയുന്ന ആശയങ്ങളാണ്. ദൈവത്തിൻ്റെ കരുതലുകളും അവൻ്റെ ആ നീതിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നീതിമാനാകുന്നു. സകല പ്രവൃത്തിയിലും, സാത്താനോടുള്ള ബന്ധത്തിൽ പോലും പറഞ്ഞ അങ്ങനെയാണ്. എല്ലാവരോടുമുള്ള ബന്ധത്തിൽ ദൈവം നീതിയോടെ പ്രവർത്തിക്കുള്ളൂ. അനീതി അവൻ്റെ പക്കൽ ഇല്ല കേട്ടോ, അശേഷമില്ല, അനീതിയില്ല. ഒരു തരത്തിലും അനീതി നമ്മുടെ കർത്താവിൻ്റെ പക്കലില്ല. അവിടെ നിന്ന് അങ്ങനെ പ്രവർത്തിക്കില്ല. എല്ലാവർക്കും വേണ്ടിയാണ് താൻ ബലിയായി തീർന്നത്. അതിന് എത്ര വാക്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നത്? എത്ര വാക്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആശയങ്ങളെയെല്ലാം നമ്മളിവിടെ തള്ളിക്കളയാണ്. ആ ആശയങ്ങളെല്ലാം റദ്ദ് ചെയ്യുന്നു. അതൊന്നും നിലനിൽക്കുന്നതല്ല. വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തെളിവായി തരുന്ന ഈ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ധന്യമായ നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകളെ ഞാൻ ചുരുക്കുന്നു.